എന്ന് പറഞ്ഞാൽ റമദാൻ പോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളും ആഹാരത്തിലെ ശ്രദ്ധ, നമസ്കാരം, നോമ്പ്, അങ്ങനെ ഇബാദത്തിൽ വലിയ താല്പര്യം. ആരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇബാദത്തിൽ മത്സരിക്കാൻ ചെന്നാലും അവരൊക്കെ പരാജയപ്പെടുകയാണ്. കാരണം അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിന് എന്തോ ഒരു അദൃശ്യമായ ശക്തി ഉള്ളതുപോലെയാണ് ഇബാദത്തിലും നിസ്കാരത്തിലും ഒക്കെ അദ്ദേഹത്തിന് തോന്നുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരാൾ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത്? ഞങ്ങളെപ്പോലെ ജോലിക്ക് പോകാൻ, പണമുണ്ടാക്കാൻ, കഷ്ടപ്പെടാൻ, പ്രയാസപ്പെടാൻ നിങ്ങളും കൂടെയുണ്ട്. പക്ഷെ ഇബാദത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ കടത്തിവെട്ടാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ വലിയ താല്പര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനും ഇത്രയും താല്പര്യം ഉണ്ടാവാൻ കാരണം? ഞങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്ന് മഹാനായ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവർ പറയുകയാണ്, എന്റെ ശരീരവും നിങ്ങൾ ഈ പറയുന്ന പോലെ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ ക്ഷീണം, പള്ളിക്കകത്തേക്ക് കയറിയാൽ പെട്ടെന്ന് ഇറങ്ങി ഓടാൻ തോന്നും, ഖുർആൻ എടുത്തു വെച്ചാൽ ഉറക്കം വരും, അതിന്റെ മജ്‌ലിസിൽ അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്നാൽ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നും. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കുറെ വില്ലന്മാര്. ഇത് നമ്മൾ ടി വി കണ്ട വാക്കുകയല്ല, ഇത് മൊബൈലിൽ കണ്ട വാക്കുകയല്ല. നമുക്ക് ഓടാന്ന് പറഞ്ഞ ചെവിക്കകത്ത് മൊബൈലിൽ വെച്ച് വളരെ കറങ്ങി താവരണടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നമ്മളെ വിളിച്ചല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചതായിട്ട് പോകും. അത് ഈ മനസ്സിനെ പിടിച്ചിരുത്താൻ കഴിയാത്ത ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ വിഷയം പറയുമ്പോൾ അവർക്കൊരു ഇബ്ലീസിന്റെ ഒരു പ്രവർത്തനം നാളെ പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ ഒരു പ്രവർത്തനം അവരെ മൂടിവെക്കും. അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെയും പിടിച്ചു. എനിക്കും ഇതുപോലെ ആരാധനകളിലും ഇബാദത്തുകളിലും ഞാൻ ചെല്ലുമ്പോ എന്നെ തടഞ്ഞു നിർത്താനും പിടിച്ചു വെക്കാനും എന്റെ മനസ്സ് ശ്രമം നടത്തിയപ്പോൾ അവസാനം ഞാൻ ചെയ്തു, ദഅൂതു നഫ്സീ ഇലല്ലാഹ്. അവസാനം ഞാൻ എന്റെ ശരീരത്തെ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ശരീരത്തിന് കുറച്ച് ഭക്ഷണം കൊടുക്കാതെ ശരീരത്തെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചു. ശരീരത്തിന്റെ എല്ലാ മോഹങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ ആഘോഷങ്ങളും അതോടുകൂടി അവസാനിച്ചു. എന്നിട്ട് എന്റെ ശരീരം ഞാൻ പറയുന്ന പോലെ ഇബാദത്തിനും അല്ലാഹുവിലേക്ക് അടുക്കാനും കൂടെ നിന്നപ്പോ അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ തന്നെ ബറക്കത്തുണ്ടല്ലോ. ആ ബറക്കത്ത് എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര സുന്ദരമായിരുന്നു. പിന്നീട് എനിക്ക് അല്ലാഹു തന്ന ബറക്കത്ത് വളരെ വലുതായിരുന്നു. എന്തുകൊണ്ടാണ് ആന്ത്രോത്ത് ദ്വീപിലെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും മതിയായില്ല എന്ന് തോന്നുന്നത്? കൊച്ചിയിൽ നിന്ന് എന്നും ഇങ്ങനെ ചരക്ക് കപ്പൽ വരണമെന്ന് മോഹിച്ചുകൊണ്ട് ആന്ത്രോത്ത് ദ്വീപിൽ കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു തരുന്നതിൽ പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ടാവണം. എന്തേ നമുക്കതുണ്ടാവാത്തത്? ഇബാദത്ത് കുറവായതുകൊണ്ടാണ്. അള്ളാഹു തന്നിരിക്കുന്ന വീട്, അള്ളാഹു തന്നിരിക്കുന്ന സൗകര്യം, അള്ളാഹു തന്നിരിക്കുന്ന വാഹനം, അള്ളാഹു തന്നിരിക്കുന്ന ഭക്ഷണം, അള്ളാഹു തന്നിരിക്കുന്ന വസ്ത്രം, അതിൽ കുറഞ്ഞതുകൊണ്ട് അള്ളാഹുവേ അൽഹംദുലില്ലാഹ് സന്തോഷവാനാണ് പടച്ചവനെ എന്ന് ആന്ത്രോത്ത് ദ്വീപിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞാൽ അവന് അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുന്നതാണ്. പോരാ 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 എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സഹോദരിമാരൊക്കെ പറയില്ലേ, ഇന്നിത്ര കിട്ടിയോളോ, കുറച്ചുകൂടി വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആർത്തിയോടുകൂടി വാരിക്കൂട്ടാൻ കുതിച്ചാൽ അതിനുള്ള ബറക്കത്ത് അള്ളാഹു എടുത്തു മാറ്റുന്നതാണ്, പൂർണ്ണമായും എടുത്തു മാറ്റുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമെന്ന് മുത്ത് റസൂൽ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഒരു പരാതി പോലും മരിക്കോളം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു നേരവും അവന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ മരിക്കുന്ന സമയം വരെയും എനിക്കത് പോരാ എന്നൊന്നും പറഞ്ഞില്ല. അള്ളാഹു കൊടുത്തതിൽ പരിപൂർണമായ തൃപ്തിയായി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ വല്ലാത്ത ബറക്കത്തായിരുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിന് ബറക്കത്തില്ലാത്തതല്ല, നമുക്ക് മതിയാകുന്നില്ല, അള്ളാഹു തന്നത് മതിയാകുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒന്നാമത്തെ വഴി മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയുകയാണ്, ജീവിതത്തിൽ ബറക്കത്ത് കൊണ്ടുവരാനുള്ള വഴി ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്.
ആന്ത്രോത്ത് ദ്വീപിലെ പ്രിയപ്പെട്ടവരെ, ബറക്കത്തില്ലാത്തതിൽ ആയുസ്സുണ്ടാവൂല, ബറക്കത്തില്ലാത്തതിൽ പുണ്യമുണ്ടാവൂല, ബറക്കത്തില്ലാത്തത് കുറെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടാവൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഈ ഇന്ന് പറയുന്ന ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ തൃപ്തിക്ക് നല്ലതാണ്. അൽഹംദുലില്ലാ, ഒരു ജോലിയിൽ ചെറിയ പൈസ കിട്ടിയുള്ളൂ, കടയിൽ പോയി കുറഞ്ഞ മീനെ കിട്ടിയുള്ളൂ, അൽഹംദുലില്ലാ, അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും. ഇല്ലെങ്കിൽ അതിൽ ബറക്കത്തില്ലെങ്കിൽ, ഇപ്പൊ ബറക്കത്തില്ലാത്ത മക്കളാണെങ്കിൽ 10 മക്കളുണ്ട്, ബറക്കത്തില്ലെങ്കിൽ വാപ്പാക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ഒരു ചായ പോലും വാപ്പാക്ക് വാങ്ങി കൊടുക്കൂല. വാപ്പ ജീവിച്ചാലും മരിച്ചാലും ആ മക്കൾക്ക് കണക്കാണ്. ബറക്കത്തില്ലാത്ത സമ്പത്ത് എന്ന് പറഞ്ഞാൽ കുറെ വാരി കൂട്ടി വെച്ചു സമ്പത്ത്. ആന്ത്രോത്ത് ദ്വീപിൽ അവിടെ ഇവിടെയൊക്കെ വസ്തുക്കൾ, ബിൽഡിംഗ്, കൊട്ടാരം, ബിൽഡിംഗ്, വാടക, കട, കച്ചവടം, ഒന്നിനും കാര്യമില്ല. അതൊക്കെ പെട്ടെന്ന് പോവാണ്. സാധാരണ ഒരു പാവപ്പെട്ടവൻ ആന്ത്രോത്ത് ദ്വീപിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന പോലെ അവന് ജീവിക്കാൻ പറ്റുന്നില്ല. ആന്ത്രോത്ത് ദ്വീപിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ആ മുതലാളിയെ കാണുമ്പോൾ ചോദിക്കും, അസ്സലാമു അലൈക്കും. ആള് പറയും, വഅലൈക്കും അസ്സലാം. എന്ത് ക്ഷീണം, ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാ, അവിടുത്തെ കുറച്ച് നഷ്ടം, ഇവിടെ കുറച്ച് നഷ്ടം, അങ്ങനെ ടെൻഷനില്ല. നല്ലതുപോലെ സലാമാക്കാൻ പോലും അയാൾക്ക് ആവുന്നില്ല. എന്നാൽ ഒരു പാവപ്പെട്ടവര് സാധുവാണ്. 5 നേരം പള്ളി വന്ന് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി മക്കളൊക്കെ പ്രവർത്തിപ്പിച്ച് ചെറുപ്പക്കാരൊക്കെ വലിയ ബറക്കത്ത്, സന്തോഷം. തങ്ങന്മാരൊക്കെ വരുമ്പോൾ ഓടിപ്പോയി അസ്സലാമു അലൈക്കും മുസാഫത്തൊക്കെ ചെയ്ത് ഉസ്താദ് ചോദിക്കും, അസ്സലാമു അലൈക്കും. അദ്ദേഹം പറയും, വഅലൈക്കും അസ്സലാം. അങ്ങനെയുണ്ട്, അൽഹംദുലില്ലാ, റാഹത്താണ് ഉസ്താദേ, വലിയ സന്തോഷം, മാഷാ അല്ലാഹ്. പടച്ചവൻ ചെയ്യുന്ന അനുഗ്രഹത്തിന് കണക്കില്ല. ഈ ഒരു വാക്കും, ആദ്യം പറഞ്ഞ വാക്ക് നമ്മളൊക്കെ ആലോചിച്ചു, ഇതാണ് ബറക്കത്തിന്റെ വാക്ക്. ഞാൻ ഡെപ്യൂട്ടി കളക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സുഖല്ലേ? അൽഹംദുലില്ലാ, ഖൈറാണ് ഉസ്താദേ. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞതും നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു നന്മയുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം, ഏത് വാക്കുകൾ, എന്റെ പെണ്ണുള്ള വാക്കുകളുടെ പോകനങ്ങൾ അവിടെ തലയില്ലാത്തതാണ്, അയാൾക്ക് പറയുന്നത്. അയാൾക്ക് അദ്ദേഹത്തിന് പറയാം, നിങ്ങൾ ആരും പോയി ഡെപ്യൂട്ടി കളക്ടറെ മുമ്പ് പോയി സമരം ചെയ്യാൻ പോലും ഞങ്ങൾ വിളിച്ചിട്ട് എന്താ വരാത്തത് ആരും ചോദിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട്. പക്ഷെ അദ്ദേഹം വന്നു, ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു, കപ്പലിലുണ്ടായിരുന്നു. ട്രെയിനിൽ നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ ആയിപ്പോയാണ്. കപ്പലിൽ ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തന്നു, മാഷാ അല്ലാഹ്. കപ്പിത്താനെ വരെ കണ്ടു. അപ്പൊ അങ്ങനെ ഒരുപാട് നന്മയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നിരിക്കാനും സഹകരിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നത്. അല്ലാഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണ്ടേ നബിയേ? അങ്ങയുടെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്ക റസൂലേ. അതിന്റെ ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? തഫറഇ ഇബാദത്തി അംല സുദുറുക ലിൽ ഗിനാ. എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ സമയം ചെലവഴിച്ചാൽ അവന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ തൃപ്തിയിട്ട് കൊടുക്കുന്നതാണ്, സംതൃപ്തി ഇട്ട് കൊടുക്കുന്നതാണ്, വലിയ റാഹത്തിട്ട് കൊടുക്കുന്നതാണ്, മനസ്സിന് വല്ലാത്ത ശാന്തത ഇട്ട് കൊടുക്കുന്നതാണ്. ചെറിയ ഭക്ഷണമാണെങ്കിലും അവന്റെ മുഖത്തിന് വല്ലാത്ത പ്രസന്നത കൊടുക്കുന്നതാണ്. ആന്ത്രോത്ത് ദ്വീപിൽ മഴ പെയ്തു പോയാൽ വെള്ളമകത്തിറങ്ങുന്ന ചെറ്റക്കൂലക്കകത്താണ് കഴിയുന്നതെങ്കിലും അതിന്റെ അകത്ത് കഴിയുന്ന മക്കൾക്കോ ഭാര്യക്കോ പരാതിയില്ല, പരിഭവമില്ല. അവര് വലിയ സന്തോഷത്തോടെ കഴിയുന്നതാണ്. എന്താണ് ഇതിന്റെ കാരണമെന്നറിയോ? അവരെ മനസ്സിന്റെ അകത്ത് അല്ലാഹു സംതൃപ്തിയിട്ട് കൊടുക്കുന്നതാണ്. പറയുകയാണ്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ, സമ്പന്നത എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ സമ്പന്നതയാണ്, അത് മനസ്സിന്റെ സമ്പന്നതയാണ്, അത് മനസ്സിന്റെ സംതൃപ്തിയാണ്. ഈ ലോകത്ത് അല്ലാഹുവെ അവരെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. നേരത്തെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ശൈഖുന കാപ്പിൽ ഉമർ ഉസ്താദ് മരിക്കോളം താമസിച്ചിരുന്ന ഒരു വീടുണ്ട് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം കൂടുതലും അറബി കോളേജിൽ കിതാബും മക്കളുമായിട്ട് സ്നേഹവും ഇൽമൊക്കെ പറഞ്ഞു കൊടുത്താണ് ജീവിതം. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ പോകുമ്പോ, ഉസ്താദ് സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോൾ ഒരു ചെറിയ വീട്, ഉസ്താദ് കിടന്നിട്ട് ഉസ്താദിനെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട്, അതിന് പിടിക്കണം. അപ്പൊ ഞാൻ കാണാൻ ചെന്നിട്ട് ഞാൻ നമ്മുടെ സുഹൃത്തിനോടൊക്കെ പറഞ്ഞു, നമുക്കൊരു കട്ടിലുണ്ടല്ലോ, ഇങ്ങനെ നമ്മളിപ്പോ സ്നേഹസ്രാവലൊക്കെ നടത്തുമ്പോൾ അത്തരം കട്ടിലുകൾ ആവശ്യമാണ്. തിരുക്കി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി
മടങ്ങി വരുന്ന ഒരു കട്ടില്, അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഏകദേശം ചെയ്തു കൊടുത്തു. പക്ഷെ അത് ഉപയോഗിക്കൂല അവസ്ഥ. അത് ഈ കാര്യം പിടിച്ചിട്ട് തന്നെ എത്രയോ സൂക്ഷ്മതയും എന്ന് പറഞ്ഞാൽ കട്ടിൽ ഉപയോഗിക്കൽ ആറാണെന്നല്ല, അവരുടെ സൂക്ഷ്മതയാണ്. അവർക്ക് ഈ കയറിലിങ്ങനെ പിടിച്ചെഴുന്നേക്കുക, കുറച്ച് വേദനയൊക്കെ സഹിക്കുക, അങ്ങനെ തന്നെ അവസാന സമയം വരെ തടസ്സപ്പെടുത്തിയ സമസ്തയെ ഈ വിനീതന്റെ ഹൃദയത്തിലേക്ക് പകർത്തി വെച്ചിരുന്ന ഭാര്യഭാവനാണ്. അവരൊന്നും ചെറിയ ആളുകളല്ല. അവളൊക്കെ ഈ പ്രസ്ഥാനത്തിലൊക്കെ നിങ്ങൾ കളിയാക്കും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കാപ്പിൽ പ്രസ്ഥാനത്തിനെ പോലെയുള്ള നൂറുകണക്കിന് സൂഫിയാക്കളാണ് ഇതിനെ താലോലിച്ചതും ഓമനിച്ചതും. അല്ലാഹുവേ അത് ഉയർത്തി കൊടുക്കണേ. പാവപ്പെട്ട നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ അല്ലാഹുവേ നാളെ പരലോകത്തേക്ക് നമ്മുടെ നന്മയായി, പുണ്യമായി, സ്വലാത്തിന്റെ വിജയമായി, മീസാനിന്റെ ഭാരമായി നീ മാറ്റണേ റബ്ബേ, മാറ്റണേ റബ്ബേ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലേക്ക് ഒരു സംതൃപ്തി ഇട്ട് കൊടുക്കുകയാണ്. വഫാത്താവുന്ന സമയം വരെ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് കിടന്ന വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഇൽമിന്റെ കൊട്ടാരമാണ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വഫാത്താവുന്നതും അദ്ദേഹം ജീവിച്ചതും ഭക്ഷണം കഴിച്ചതും ഒക്കെ ആ നിലത്തൊരു പായ വിളിച്ചിട്ട് ഞാനൊക്കെ കാണാൻ ചെല്ലുമ്പോ ഇരിക്കുവാക്കവി എന്ന് പറഞ്ഞ കാരക്ക തന്നതും ഈത്തപ്പഴം തന്നതും പായസം തന്നതും ഒക്കെ ആ നിലത്തെ പായയിൽ ഒരുമിച്ചിരുന്നിട്ട് എന്തൊരു വിനയമായിരുന്നു, എന്തൊരു തൗഫീഖായിരുന്നു കാണാൻ. അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ അറിയാതെ എഴുതിപ്പോയി. ആകാശം തേങ്ങിക്കരഞ്ഞു, ആത്മീയ വിളക്കണഞ്ഞു, ഒറയിന്റെ പൂമുഖമല്ലേ ഫതുഹുൽ ഫതാഹിൻ സാന്ത്വനമല്ലേ, ശറഇന്റെ പൂമരമല്ലേ ശൈഖുന അത്തിപ്പറ്റ പോയി മറഞ്ഞില്ലേ. ആ പേര് പറഞ്ഞതിന്റെ പുണ്യം, ആ പേര് പറഞ്ഞതിന്റെ പുണ്യം കൊണ്ടെങ്കിലും ഈ പാവപ്പെട്ട ജാഹിലികളുടെ ദുആ, ഇന്നത്തെ പ്രാർത്ഥന അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞു തന്നാൽ, അല്ലാഹു ഐശ്വര്യം ചൊരിഞ്ഞു തന്നാൽ നമ്മളെ ആരും പരാജയപ്പെടുത്തില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്റെ ആന്ത്രോത്ത് ദ്വീപുകാരെ കേട്ടിട്ടില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്ത് കുറവുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ? വലിയ സ്വത്തുണ്ടായിരുന്നു, തോട്ടങ്ങളുണ്ടായിരുന്നു, ഒട്ടകങ്ങളും കുതിരകളും ഉണ്ടായിരുന്നു. ഭാര്യമാരും മക്കളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ അപാരമായ പരീക്ഷണമാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുക്കുന്നത്. ആന്ത്രോത്ത് ദ്വീപുകാരെ, ആ പരീക്ഷണം തന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു, തന്റെ സ്വത്തിനെ നശിപ്പിച്ചു കളഞ്ഞു, എല്ലാവരും ഒഴിവാക്കി പോയി. അവസാനം തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ബീവി റഹ്മത്ത് ബീവി എന്ന ഭാര്യ മാത്രം കൂടെയുണ്ട്. അല്ലാഹു ശരീരത്തിന് അസുഖം കൊടുക്കുകയാണ്, താങ്ങാൻ പറ്റൂല. ആന്ത്രോത്ത് ദ്വീപുകാരെ, ഒരു പനി വന്നാൽ പോലെ സഹിക്കാൻ പറ്റാത്ത മക്കളെ, ഒരു ചെറിയ അസുഖം വന്നാൽ പോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത പരീക്ഷണം വളരെ വലുതായിരുന്നു. തന്റെ ശരീരത്തിലൂടെ വലിയ രോഗം കൊടുത്തിട്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ ജനങ്ങൾ പോലും കല്ലെറിയാൻ തുടങ്ങി, കൂക്കി വിളിക്കാൻ തുടങ്ങി. ജനിച്ച നാടിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോവുകയാണ്. ആരാണ് കൊണ്ടുപോകുന്നത്? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീവിയ. ആന്ത്രോത്ത് ദ്വീപിലെ പെങ്ങളെ, നിസ്സാരമായ വിഷയം വരുമ്പോ എനിക്ക് ഈ ഭർത്താവ് വേണമെന്ന് പറഞ്ഞ് ത്വലാഖ് ആവശ്യപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ ഇബ്ലീസിനെ തട്ടിക്കളിക്കാൻ നിന്ന് കൊടുക്കുന്ന മക്കളെ, ഭൗതിക ലോകത്തിന്റെ സുഖരസം കൊണ്ട് കുടുംബജീവിതത്തിന്റെ ഇസ്ലാമിന്റെ മഹത്വം മറന്നു കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലൂടെ വ്രണങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാ. ശരീരം നിറച്ച് അല്ലാഹു അസുഖം കൊടുക്കുകയാ. ആ ശരീരത്തെ എടുത്തുകൊണ്ടാണ് റഹ്മത്ത് ബീവി നടന്നുപോയത് മക്കളെ. ആ ശരീരത്തെ പിടിച്ചുകൊണ്ടാണ് നടന്നുപോയത്. ലോകത്തൊരു പെണ്ണിനും കഴിയില്ല, ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. തന്റെ ഭർത്താവ് രോഗിയായി പോയാ എനിക്ക് വേറൊരു ഭർത്താവിനെ വേണമെന്ന് സ്വന്തം ബാപ്പയോട് ആവശ്യപ്പെടുന്ന കാലമാ. ഭാര്യക്ക് സുഖമില്ലെങ്കിൽ ഞാൻ വേറെ പെണ്ണ് കെട്ടുമെന്ന് ഭീഷണി മുഴക്കുന്ന ആണുങ്ങളുടെ കാലമാണ്. ഗുരുത്വത്തിന്റെ പൊരുത്തത്തിന്റെ സ്നേഹത്തിന്റെ ആർദ്രതയുടെ അനുകമ്പയുടെ ആഹ്ലാദത്തിന്റെ വഴിയടയാളങ്ങളിലൂടെ റഹ്മത്ത് ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒടുവിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നു,
എനിക്ക് വിശക്കുന്നു റഹ്മാൻ. ഒരു പ്രവാചകനാണ് പറഞ്ഞു പോവുകയാണ്. അത്രയും വിശപ്പ് വന്നതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ പറയൂല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അവർക്കറിയാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യതകൾ അവർക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അയ്യൂബ് നബി പറയില്ലായിരുന്നു. പക്ഷേ മഹാനായ അയ്യൂബ് നബി പറയുന്നു, പെണ്ണേ റഹ്മാ, എനിക്ക് വിശക്കുന്നു മോളെ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയെങ്കിലേ ഭക്ഷണം അന്വേഷിച്ചു പോകാൻ പറ്റൂ. റഹ്മത്ത് ബീവി അങ്ങനെ പോവുകയാണ്. കുറെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് റഹ്മത്ത് ബീവി പറഞ്ഞു, എന്റെ ഭർത്താവാണ്, ഞാൻ ഈ ഭർത്താവിനെ ഇവിടെ ഒന്ന് കിടത്തിക്കോട്ടെ എന്ന് പറയുമ്പോ അവര് പറയുകയാണ്, ഞങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് കൊണ്ടുവയ്ക്കോ, ഈ രോഗികളെ ഒന്നും ഇവിടെ കിടത്താൻ പറ്റൂല, ഞങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് കൊണ്ടുവയ്ക്കോ. അവരിൽ ഒരാൾ പറഞ്ഞു, റഹ്മാ, അവിടെ കുറച്ചങ്ങോട്ട് പോകുമ്പോ ഒരു ചെറിയ മരം കാണാം. ആ മരത്തിന്റെ താഴെ ഒരു ഗുഹ പോലെ ഒരു പാറയുണ്ട്. അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടിരുത്തുക, ആരും അവിടെ ശല്യം ചെയ്യാൻ വരൂല. ലോകത്തിന്റെ ഒരു പ്രവാചകനാണ്, അല്ലാഹു കൊടുത്ത പരീക്ഷണമാണ്. ആന്ത്രോത്ത് ദ്വീപുകാരെ, നിങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹു എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം അല്ലാഹു തന്നിട്ടുണ്ടോ? എത്ര സന്തോഷത്തോടെ സുഖത്തോടെ കഴിയുന്നവരല്ലേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ശരീരം ചുമന്നുകൊണ്ട് പറഞ്ഞ ഗുഹയുടെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് അയ്യൂബ് നബിയോട് പറയുകയാണ്, അതാ ദൂരെ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം സമ്മതം മൂളി. തന്റെ ശരീരം ഒന്ന് നിവർത്തി വെക്കാൻ പോലും പറ്റുന്നില്ല. കാലൊക്കെ ഇങ്ങനെ മടങ്ങി തല കുനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട റഹ്മത്ത് ബീവി പോവുകയാണ്. ആന്ത്രോത്തിലെ പെങ്ങളെ, സഹിക്കാൻ പഠിക്കണം മോളെ, ക്ഷമിക്കാൻ പഠിക്കണം മോളെ. ആ പ്രിയപ്പെട്ട അയ്യൂബ് നബിയുടെ ഭാര്യ പോവുകയാണ് റഹ്മത്ത് ബീവി. എന്നിട്ട് ആ വീട്ടുകാരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരുവോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്ക് കഴിക്കാൻ ഇത്തിരി ഭക്ഷണം തരുമോ എന്നല്ല ചോദിച്ചത്. അതാണ് ബറക്കത്ത്. എന്തെങ്കിലും ചെയ്തിട്ട് വാങ്ങുക. ഇങ്ങനെ ചുമ്മാ വെറുതെ കിട്ടുന്ന ചാപ്പാട് അടിച്ചുകൊണ്ട് നടക്കുന്നത് നല്ല പരിപാടിയല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ചോദിക്കുകയാണ്, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോന്നല്ല, ഈ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ? ആ സ്ത്രീ പറയാണ്, ഇവിടെ എനിക്ക് തന്നെ ചെയ്യാനുള്ള ജോലിയില്ല, ഇവിടെ പൊയ്ക്കോ. അവസാനം റഹ്മത്ത് ബീവി പറയുകയാണ്, അങ്ങനെ പറയല്ലേ, പൈസ ഒന്നും വേണ്ട, എനിക്കും എന്റെ ഭർത്താവിനും കഴിക്കാൻ ഇച്ചിരി ആഹാരം തന്നാ മതി, വേറൊന്നും വേണ്ട. ഇത് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, എന്നാ നിങ്ങൾ പണിയെടുത്തോ. അങ്ങനെ കുറെ നേരം പണി ഇങ്ങനെ ചെയ്തു. അവസാനം റഹ്മത്ത് ബീവി പറയുകയാണ്, എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് എനിക്ക് പോകണം, ഇച്ചിരി ഭക്ഷണം തരുമോ? ജോലിയെല്ലാം കഴിഞ്ഞപ്പോ വലിയ 2 പാത്രത്തിൽ ആ വീട്ടിന്റെ അകത്തുള്ള സർവ്വ ഭക്ഷണവും ആ സ്ത്രീ കൊണ്ട് കൊടുക്കുകയാ. വലിയ പാത്രത്തിൽ നിറച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അതുകൊണ്ട് അയ്യൂബ് നബിയുടെ അരികിലേക്ക് ചെന്നു. അയ്യൂബ് നബി പറയുന്നു, പെണ്ണേ റഹ്മാ, നീ അൽഹംദുലില്ലാ പറഞ്ഞോ റഹ്മാ, നീ അൽഹംദുലില്ലാ പറഞ്ഞോ. ഈ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ആരെയും സഹായിക്കാനില്ലാത്ത സ്ഥലത്ത് പോലും അല്ലാഹു നമുക്ക് ഭക്ഷണം തന്നത് കണ്ടോ റഹ്മാ, നീ അൽഹംദുലില്ലാ പറഞ്ഞോ റഹ്മാ. റഹ്മത്ത് ബീവി പറഞ്ഞു, ആയിരക്കണക്കിന് ഹംദ് കഴിഞ്ഞു നബിയേ, ആയിരക്കണക്കിന് ഹംദ് പറഞ്ഞു, അവരെ ഓർമ്മിപ്പിക്കണ്ട. റഹ്മത്ത് ബീവിയോട് അയ്യൂബ് നബി ചോദിക്കുകയാണ്, എന്നാൽ റഹ്മാ, ഇത്രയും ഭക്ഷണം നമുക്ക് ആവശ്യമില്ലല്ലോ, എന്തിനാണ് റഹ്മാ ഇത്രയും ഭക്ഷണം നമുക്ക്? എനിക്കും നിനക്ക് കഴിക്കാൻ ഒരു പിടി ഭക്ഷണം മതിയല്ലോ, ബാക്കി എന്ത് ചെയ്യും റഹ്മാ? റഹ്മത്ത് ബീവി പറയുകയാണ്, നിങ്ങളെ കിടക്കാൻ അനുവദിക്കാതെ, നിങ്ങൾക്ക് സ്ഥലം തരാൻ അനുവദിക്കാതെ, നിങ്ങൾ ആട്ടി ഓടിച്ച കല്ലറിയുമെന്ന് പറഞ്ഞ ഒരു സംഘം ആ വഴിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഞാനിത് മടക്കിക്കൊണ്ട് കൊടുത്താലോ? അയ്യൂബ് നബി പറയാണ്, ഈ ലോകത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നെ നബിയാക്കിയതല്ല, നിന്നെ എനിക്ക് ഭാര്യയാക്കി തന്നതാണ് പെണ്ണേ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം, നിങ്ങൾ ആലോചിച്ച് നോക്കി, അയ്യൂബ് നബി അലൈഹിസ്സലാം പെണ്ണിനെ ഒന്ന് പരീക്ഷിച്ചതാ.
എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു പെണ്ണിന് ആരെങ്കിലും ഉണ്ടാക്കിയാൽ ആ പെണ്ണിന് പിന്നെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കോ? നിങ്ങളെ പരസ്യമായി പരിഗണിച്ചു, നിങ്ങളെ കളിയാക്കി. അല്ലെങ്കിൽ ഇവിടെ ആന്ധ്രപ്രദേശിൽ പ്രസംഗിക്കാൻ നിങ്ങൾ നല്ല മതം കേട്ടിട്ടുണ്ടോ? അവൾ അവിടെ നിന്ന് പറഞ്ഞു, ഓ വലിയ ജിന്നൊന്നും വന്നിരിക്കുന്നത് അങ്ങനെ കളിയാക്കി. അങ്ങനെ കളിയാക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറയാണ്, നമ്മുടെ അപ്പുറത്ത് സിനിമ വീട് ഭർത്താവിന്റെ മണ്ടയിൽ തേങ്ങ വീണു, ആകെപ്പോലും വളർന്നു നോക്കും. അത് വീണിട്ട് ആകെ പ്രശ്നത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ വാച്ച് കാണാതെ പോയി, മൊബൈൽ പോയി, ആകെ പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ, അൽഹംദുലില്ലാ അവക്കത് കിട്ടണുണ്ട്, എന്നെ കണ്ടിട്ട് കളിയാക്കിയില്ല. ഇത് പെണ്ണ് മാത്രമല്ല, ആണും അങ്ങനെ തന്നെ. നമ്മുടെ എതിരാളിക്ക് ഒരു പണി കിട്ടിയാൽ നമ്മൾ വലിയ സന്തോഷിക്കൂലേ? സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ആ സ്വഭാവം പോലും ഇല്ല അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യക്ക്. ആ സ്വഭാവം പോലും ഇല്ല. ആ ജനങ്ങൾക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അവർക്ക് എങ്ങനെയാണ് ഇതിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നത്? അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ടെങ്കിൽ കുറഞ്ഞ ഭക്ഷണം മതി, എല്ലാ പരിമിതമായ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇന്നിപ്പോ ഒരു ഫോട്ടോ കണ്ടു, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ മഴ ഇങ്ങനെ തകർത്ത് പെയ്യുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞൊക്കെ മാറി നിൽക്കൂലെ, നനയാതെ, അതുപോലെ കയ്യൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നനയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമസ്ത എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവർ, ആവശ്യപ്പെട്ട എന്തൊക്കെ കൊടുക്കാൻ ആളുകളുണ്ട്. ഇവിടെ പാവങ്ങൾക്ക് 3 വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അവരോട് ജിഫ്രി തങ്ങൾ എനിക്കൊരു സാധനം നിങ്ങൾ തരണമെന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് നിങ്ങൾ കപ്പലിൽ പിടിച്ചു കൊണ്ട് കൊടുക്കും. അതാണ് സ്നേഹമാണത്, സമർപ്പണ സ്നേഹമാണ്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിങ്ങൾ ഹിദ്മത്ത് ചെയ്തു. നിങ്ങളോട് നിങ്ങളുടെ നേതൃത്വം ചോദിച്ചാൽ നിങ്ങൾ അത് അങ്ങോട്ട് കൊടുക്കും. എന്തിനാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് പോലും ചോദിക്കൂല. അതാണ് സ്നേഹ സമർപ്പണം. ജീവിതത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയറ് നിറച്ചൊന്നും കിട്ടണ്ട, കുറച്ച് കിട്ടിയപ്പോൾ തൃപ്തിയായതും ബർക്കത്തായത് ഒരു വലിയ ബർക്കത്തും അഭിവൃദ്ധിയുമാണ്. ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വിശക്കുകയാണ്, എന്തെങ്കിലും നിങ്ങൾ തരുമോ? ആ സമയത്ത് മുത്തായ ഹബീബ് പറയുകയാണ്, 4 ആടുകൾ ഇവിടെയുണ്ട്, ആ ആടിന്റെ പാല് നിനക്ക് മതിയാകുമോ? നോക്കാം നബിയേ. 4 ആടിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്നു കൊടുക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് പറയും? നമ്മുടെ നേതാവല്ലേ കസേരയിൽ നിന്നിട്ട് പാല് കറന്നോടാ നോക്കട്ടെ. മുത്തുനബി തന്നെ കൈ കൊണ്ട് പാല് കറന്നിട്ട് ആ മനുഷ്യനെ കുടിക്കാൻ കൊടുത്തു. 4 ആട് പിടിച്ചിട്ട് അയാൾ ഇങ്ങനെ പറയാണ്, വിശക്കുന്നു നബിയെ, വിശക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കഴിഞ്ഞു, ഇനി വേറെ മാർഗമൊന്നുമില്ല, പാല് കഴിഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടും അയാളുടെ ഈ സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നും ഉയർന്നിട്ടില്ല. പാവപ്പെട്ടവനാണ്, ഭക്ഷണമൊക്കെ കുറവാണ്, ബുദ്ധിമുട്ടാണ്. മടങ്ങി വന്നു, നബി തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു. യാ റസൂലല്ലാഹ്, അന്ന് വന്ന ജൂതനായിരുന്നു നബിയെ, ഇന്ന് ഞാൻ മുസ്ലിമാണ് റസൂലേ, എനിക്കിന്നും വിശക്കുന്നുണ്ട് നബിയെ, എനിക്കിന്നും വിശപ്പുണ്ട് റസൂലേ, എനിക്ക് പാല് എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ന് 4 ആടുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 40 ആടുണ്ട് മോനെ, അത് മുഴുവനും നിനക്ക് കറന്നു തരാം എന്റെ വിശപ്പ് തീരുന്നത് വരെ. ആ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂൽ കറന്നു കൊടുത്തു. ആ മനുഷ്യൻ 1ാമത്തെ ആടിന്റെ പാല് ഒരു കവിള് കുടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മദീ നബിയേ, വയറ് നിറഞ്ഞു ഹബീബേ, മതിയായി നബിയേ, മതിയായി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്ത് പറ്റിപ്പോയി നിനക്ക്? പഴയ വിശപ്പുണ്ടായിരുന്നല്ലോ നിനക്ക്, ഇന്നാട് ഇവിടെ ധാരാളമുണ്ട്, അതുകൊണ്ട് വിശപ്പുണ്ടെങ്കിലും പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, അറിയില്ല നബിയേ, എന്റെ വിശപ്പ് തീർന്നു പോയി റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിന്റെ കാരണം നിനക്ക് എന്തെന്നറിയുമോ? അന്ന് നീ ഇവിടെ വന്ന് പാല് കുടിച്ചപ്പോ വിശപ്പ് കൊണ്ടങ്ങോട്ട് വയറ്റിലേക്ക് കമഴ്ത്തുകയായിരുന്നു. പക്ഷെ ഇന്ന് നീ പാല് കുടിച്ചപ്പോ ആ പാല് കയ്യിൽ വെച്ചിട്ട് നീ ആദ്യം പറഞ്ഞതെന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ബറക്കത്താണ് മോനെ, അത് ബറക്കത്താണ് മോനെ. കടലിലേക്ക് കപ്പൽ കൊണ്ടുപോകുമ്പോ, കടലിലേക്ക് വാഹനം കൊണ്ടുപോകുമ്പോ, മത്സ്യം പിടിക്കാൻ ഇറങ്ങുമ്പോ അതിന് നീ
എടുത്തു വെക്കുമ്പോ ബിസ്മി മുഴക്കല്ലേ ആമ്പ്രോത്തുകാര്. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യയും പറയണം ബിസ്മില്ലാ. ഭർത്താവിനെ യാത്ര പറയുമ്പോ ഭാര്യയും പറയണം ബിസ്മില്ലാ ഫീ അമാനില്ലാ തബാറക്കല്ലാഹ്. അത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ബറക്കത്ത് വളരെ വലുതാണ് മോനെ. ആ ബറക്കത്തിനെ തടയാൻ ആർക്കും പറ്റൂല. ഗൾഫിൽ നിങ്ങൾ നോക്ക്, എത്ര സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാല്, എന്തൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല്, അവിടുത്തെ ഒരു ഐശ്വര്യവും അവിടുത്തെ സമ്പത്തും അവിടുത്തെ ജീവിതവും അടിപൊളിയല്ലേ. നിങ്ങൾ അവിടെ നിന്ന് ആദ്യം ഗൾഫിൽ പോയില്ല, ഗൾഫിൽ പോയിട്ടുള്ളവരെ കൈ നോക്കി. ഗൾഫിൽ പോയി ഖത്തർ, ദുബായ്, ബഹ്റൈൻ, പൈസ ഒന്നും ചോദിക്കില്ല, കൈ നോക്കി. എനിക്കൊന്നും വേണ്ട, പറയണ അത്ര ചോദിക്കില്ല, ഒന്നും വേണ്ട. ഈ ഗൾഫിൽ പോ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ അടിപൊളിയല്ലേ. എന്താണെന്നറിയോ, ഈ അറബികളെല്ലാം 27 മണിക്കൂർ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന മാഷാള്ള ഇല്ലാത്തൊരു ശ്വാസം അവർക്കില്ല. അതിൽ ചില്ലറ പണിയൊന്നുമല്ല മക്കളെ, വലിയ കൂലിയാവുന്നത്. നിങ്ങൾ അൽഹംദുലില്ലാ. അള്ളാഹു എന്റെ നാട്ടിലൊരു പണിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. പുള്ളി എപ്പോഴും അൽഹംദുലില്ലാ പറയണ 24 മണിക്കൂർ അൽഹംദുലില്ലാ 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 അങ്ങനെ. എന്ത് വിഷയം ഉസ്താദെ, ചെറിയൊരു കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ പടച്ചവന്റെ വിധിയല്ലേ, അള്ളാഹു റെഡിയാക്കും. അങ്ങനെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും സന്തോഷം വന്നാലും മൂപ്പർ അൽഹംദുലില്ലാ എന്ന് പറയാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് സെക്രട്ടറിയുടെ ഉമ്മ മരിച്ചു. സെക്രട്ടറി ആണെങ്കിൽ ഒരു ജാഹിലാണ്, അത്ര വലിയ അതങ്ങനെയാണ്. ചില സ്ഥലത്തൊക്കെ മഹല്ല് സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഇച്ചിരി പൈസ കൊടുത്താൽ അപ്പോൾ സെക്രട്ടറിയാണ് കയറിയിരിക്കുന്ന പറഞ്ഞാൽ. പിന്നെ മഹല്ല് ഉസ്താദിന് ചുട്ടോ നീളം കൂടി പോയി ഉസ്താദിന്റെ ഫാത്തിഹ അക്ഷരം തെറ്റില്ല എന്നൊക്കെ ആകെ പ്രശ്നമാണ്. അപ്പൊ ഇയാളടുത്ത് ഉസ്താദിന്റെ അടുത്ത് ഇയാൾ പറഞ്ഞ എന്റെ ഉമ്മ വിളിച്ചു. ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാ അള്ളാഹു ശരിയാക്കുമെന്ന് പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു ഞാൻ ഉമ്മയെ കവറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റുവാണ്. എന്റെ ഉമ്മ മരിച്ചപ്പോ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യം ഉണ്ടെന്നാണ്. ഇത് ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മളത് പതിയെ മറന്നുപോയി. അതായത് ദുനിയാവിന്റെ സുഖം നമുക്ക് കൂടിയപ്പോ നമ്മൾ പതിയെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറന്നു. അതുകൊണ്ട് നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. പണ്ടങ്ങനല്ല, ഒരു ഉമ്മ രാവിലെ എഴുന്നേറ്റാൽ ആ ഉമ്മ പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പിന്നെ ബറക്കത്ത് ലഭിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ചുണർത്തുകയാണ്, മക്കളെ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്കടാ എഴുന്നേൽക്കടാ എഴുന്നേൽക്കടാ. എന്നിട്ട് ആ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. മക്കൾ നിസ്കാരം കഴിഞ്ഞ് ഭർത്താവ് പള്ളിയിൽ നിന്ന് വന്നാൽ ഉമ്മ നിസ്കരിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. എന്റെ ഭർത്താവ് കടലിലേക്ക് പോകാൻ പോവുകയാണ്, എന്റെ മക്കൾ പഠിക്കാൻ പോവുകയാണ്. ഈ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഈ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്താൽ ഭർത്താവിന് വേറൊരു പെണ്ണ് പിടിക്കാൻ പോകണമെന്ന് തോന്നിയാൽ പോലും പറ്റൂല. കാരണം എന്താ? താത്താരെ ദുആ. ചെറുപ്പക്കാർ കൂട്ടുകാർ പറയാ, ഇന്ന് നമുക്ക് കുറച്ച് സാധനം കൊച്ചിന്ന് വന്നിട്ടുണ്ട്, ഇച്ചിരി ഒന്ന് ചുരുക്കി അടി പൊളിയാണ്, കള്ളു പോലെ നല്ല പവറാണ്. പക്ഷേ ഇവന് അവിടെ പോവാൻ പറ്റൂല. എന്താ? രാവിലെ ഉമ്മാടെ ദുആ അല്ലാഹു കബൂലാക്കി സുബഹി കഴിഞ്ഞു. ഈ ദുആയൊന്നുമില്ല, സുബഹി നിസ്കാരമൊന്നുമില്ല, ഒരു ബറക്കത്തുമില്ല. അങ്ങനെ ഇതുവഴി സാധനമൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നു. 10 മണിയായിരുന്നു. ഒരു താത്ത, കുടുംബത്തിലെ താത്ത, ഭയങ്കര ബറക്കത്തായിരുന്നു. കാക്ക എഴുന്നേറ്റ് ചായ കേട്ട് കോഫി കേട്ടിട്ട് മേഡത്തിനെ വിളിക്കുന്ന, ഹലോ ഡാർലിംഗ് കോഫി പ്ലീസ്. എന്ത് ബറക്കത്തെ തേങ്ങയാണ് അവിടെ. എന്നിട്ട് മക്കൾ, ഭർത്താവ് കടലിലേക്ക് പോയി, മക്കൾ പഠിക്കാൻ പോയി. മക്കൾ പഠിക്കാൻ പോകുമ്പോൾ സ്കൂളിൽ എത്തൂല, വഴിയിൽ തന്നെ പല പരിപാടികൾ നടക്കും. ചമ്പ് വയ്ക്കും, മറ്റത് വയ്ക്കും, അടുത്തത് വയ്ക്കും, പെണ്ണ് പിടിക്കും, കണ്ണു പിടിക്കും. എന്തുകൊണ്ട്? വീട്ടിലൊരു ബറക്കത്തില്ലാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ബറക്കത്തില്ലാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ പോകുന്ന വഴിയിലൊന്നും ബറക്കത്തുണ്ടാവില്ല, പോകുന്ന കാര്യത്തിലൊന്നും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. നമ്മൾ ഇന്നത് പഠിച്ചില്ലേ? നമുക്ക് കുറെ സന്തോഷം കൂടി, നമുക്ക് കുറെ ആനന്ദം തന്നപ്പോൾ നമ്മൾ പതിയെ പഠിച്ചില്ലേ? അതുകൊണ്ടാണ് ഒന്നിനും ഒരു ഐശ്വര്യമില്ലാത്തത്. എത്ര മീൻ കിട്ടി കിട്ടും, എത്ര സമ്പത്ത് കിട്ടി കിട്ടും, എത്ര സുഖം വന്നിട്ട് നമുക്ക് മനസ്സിൽ തൃപ്തിയില്ലാത്തത്. അല്ലാഹു കൈയൊഴിഞ്ഞത് കൊണ്ടാണ് മക്കളെ. അതുകൊണ്ട് ആ കളിക്ക് ആന്ത്രോത്ത് ദ്വീപുകാരെ നിങ്ങൾ നിൽക്കല്ലേ. ഇവിടെ കിടന്നുറങ്ങുന്നതാരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തതസഹചാരിയായ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവിന് ഈ ദ്വീപിൽ അല്ലാഹു സമ്മാനം തന്നിട്ടാ പടച്ചവന് നിങ്ങൾ എന്ത് പകരം കൊടുത്തു എന്ന് ചോദിച്ചാൽ എന്റെ ജീവിതം തന്നെ പകരമാണല്ലാ എന്ന് പറയാൻ എന്റെ ആദ്രോത്ത് ദ്വീപിലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയണം കേട്ടോ. അപ്പൊ ഇബാദത്ത് ചെയ്യണം, നമസ്കാരം മുടക്കരുത്. നിസ്കാരമുള്ളവർ കുറവാണ്, നമുക്ക് അതിന്റെ നിസ്സാരത, അതിനെ നമ്മൾ നിസ്സാരമാക്കുകയാണ്. നിസ്കരിക്കുന്നവർക്ക് നരകമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവർ, സമയത്തെ തൊട്ട് ബന്ധിപ്പിക്കുന്നവർ, അതിനെ പുച്ഛിക്കുന്നവർ. നമ്മൾ മരിക്കണ്ടേ? നമ്മളെന്നും ഇങ്ങനെ ആന്ത്രോത്ത ജീവിതം ഒരിക്കലും മരിക്കാതിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു നിങ്ങളോട് മരിക്കും, എന്തായാലും മരിക്കും. നിങ്ങൾ മരിക്കും, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ അത്ര ആളുണ്ടാവും. ആരും വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട കബരത്ത് ദ്വീപിലെ ഖാസിം വലിയുള്ളാഹി നവറല്ലാഹു മറക്കദഹു അവർ എഴുതി വെച്ച പാത്രം കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിന്റെ പുണ്യമാണതെല്ലാം. എത്ര നൂറ്റാണ്ടുകളായി ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അതൊക്കെയാണ് ബറക്കത്തുള്ള ജീവിതത്തിന്റെ ഉടമകൾ. നമ്മൾ മരണപ്പെട്ടാൽ വാപ്പയുടെ ഖബർ എവിടെയെന്ന് പോലും നമ്മുടെ മക്കൾക്ക് അറിയാത്ത കാലമാണ്. എവിടെയാണ് വാപ്പ അടക്കിയിരിക്കുന്നതെന്ന് പോലും അറിയില്ല. ബറക്കത്തില്ലാത്ത ജീവിതം അങ്ങനെയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അള്ളാഹുമായുള്ള ഒരു ബന്ധമില്ലാതായി പോകും. അള്ളാഹുവേ നീ കാക്കണേ പടച്ചവനേ. അതുകൊണ്ട് ആന്ത്രോത്ത് ദ്വീപുകാരെ, അള്ളാഹുവിന്റെ പൊരുത്തം എന്തുകൊണ്ടാവണം? ഒരു പട്ടി ചാകുമ്പോ കുഴിച്ചിടുന്നവരല്ല നിങ്ങളെ ഖബറടക്കേണ്ടത്. നിങ്ങളുടെ മക്കൾ അങ്ങനെയല്ല നിങ്ങളെ കൊണ്ടുവന്ന് മറമാടേണ്ടത്. ഒരു പൊരുത്തവും ഒരു ബറക്കത്തും ബാപ്പാന്റെ ഖബറിനടുത്തുള്ള കണ്ണീരും ദുആയും അവർക്ക് വേണ്ടി ഖത്ർ മുതലും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് ബറക്കത്തോടെ മക്കളെ വളർത്തണം. ഭക്ഷണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വാപ്പ കഴിക്കുന്നത് മക്കൾ കാണണം. ഉമ്മ വൃത്തിയോടെ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നത് മക്കൾ കാണണം. നമുക്കൊക്കെ ഇത്തരം വാടിന് കൊണ്ടുപോകുന്ന മക്കളാ ഈ ഫ്രണ്ടിൽ എത്ര കുഞ്ഞു മക്കളെ പിടിച്ചിരുത്തിയിരിക്കുന്നു. അള്ളാഹു ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. നല്ല മക്കൾ ഉമ്മായും വാപ്പായും പറഞ്ഞു, മോനെ പ്രസംഗം നടക്കുന്ന സദസ്സിന് മുമ്പ് പോയിരിക്കണം. നമുക്ക് വൃത്തിയുള്ള ഒരു ശീലമല്ലേ, ഒരു ഭംഗിയുള്ള ഒരു ശീലമല്ലേ? ഈ ദുആയൊക്കെ എങ്ങനെ അള്ളാഹു സ്വീകരിക്കുമെന്ന് ആർക്കറിയാം? ചെറിയ കുട്ടിയായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വാപ്പ ഇതുപോലെ മജ്‌ലിസുകളിൽ ഇമാമിനെ കൊണ്ട് മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ വാദം കേൾക്കും. എന്നിട്ട് ഇങ്ങനെ കരയും. മോൻ ചോദിക്കും, എന്താ വാപ്പ കരയുന്നത്? വാപ്പ പറയും, മോനെ അള്ളാഹു മോനെ ഇതിനെക്കാളും വലിയ ആലിമാക്കട്ടെ, അള്ളാഹു മോനെ ഇതിനെക്കാളും വലിയ ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ എന്ന് വാപ്പ ദുആ ചെയ്യാണ്. മോനെ ആ മോനെത്തിയില്ലേ? ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏറ്റവും നല്ല വിജ്ഞാനത്തിന്റെ വിസ്ഫോടനത്തിലെത്താം ഒരു മഹാനായ വ്യക്തിത്വമായി മഹാനായ ഉസ്മാൻ ഇമാം റളിയല്ലാഹു അൻഹു എത്തിയില്ലേ? ആ ചെറുതിനെയുള്ള വാപ്പാടെ ദുആയും ബറക്കത്തോടു കൂടിയുള്ള വളർത്തലുമാണ്. നമ്മൾ അതിന് ശ്രമിക്കണം. നമ്മൾ ഈ കാലം അറിയുമ്പോൾ അതിന്റെ കൂടെ കിടന്ന് മറിയരുത്. നമ്മളൊക്കെ ഒരു ഒത്തൊരുമയിലും സന്തോഷത്തിലും മുന്നോട്ട് പോകണം. രണ്ടാമത്തത് പറയാൻ പോവുകയാണ് ബറക്കത്തിന്. ഒന്നാമത്തത് നിസ്കാരം ഒഴിവാക്കരുത്, ഇബാദത്ത് ഒഴിവാക്കരുത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒഴിവാക്കരുത്, ദിക്റുകൾ ഒഴിവാക്കരുത്. രണ്ടാമത്തത് വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമയ്യത്തഖില്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അവന് എപ്പോഴും ഒരു നല്ല വഴി അല്ലാഹു കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും വിപരീതങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട. യജ്അൽ ലഹു മഖ്റജാ, നല്ലൊരു വഴി അല്ലാഹു കൊടുത്തോളും. അവൻ അല്ലാഹുവിനെയും അവൻ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൂടെ അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൂടെ ഭക്ഷണം കൊടുക്കും. ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ നിൽക്കുകയാണ്, ആ സമയത്ത് ഭക്ഷണം കൊടുക്കും. ഒരിക്കലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ല തഖ്വയുള്ള ആളല്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തഖ്വ കുറവാണെന്ന് പറയുന്നില്ല. നമ്മളൊക്കെ ഇന്ന് ജുമയ്ക്ക് പോകുമ്പോൾ നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പക്ഷെ വിശന്ന് മുത്തുനബിയുടെ ക്ലാസ്സിൽ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ അഹ്ലു സുഫ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോകുമ്പോൾ അവിടെ കാണണം. അവിടെ പോയി റിയാദുൽ ജന്നയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ
അവിടെ ആ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ റിയാദ് അവിടെ കാണാൻ പറ്റും. ഈ അഹ്ലു സുഫൈയുടെ സ്ഥലം ചെറിയൊരു തിട്ട പോലെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് റൗള ശരീഫിനകത്ത്. അവിടെയാണ് അവരിരുന്ന് ഇൽമു പഠിച്ചത്. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ നബീന, നിന്നു ഞാനിങ്ങ് ദൂരെ നബീന, നിന്നു ഞാനിങ്ങ് ദൂരെ നബീന, വന്നിടാൻ യോഗ്യനാണോ മദീന, കണ്ട് കൊതി തീർന്നതാര മദീന, കണ്ടു കൊതി തീർന്നതാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. അല്ലാഹുവോട് പോകാനുള്ള ഭാഗ്യം തരട്ടെ. ക്ലാസ് കഴിഞ്ഞിറങ്ങിയിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വയറുവിശപ്പാണ്. ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. പ്രിയപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു, അല്ലാഹ് ഈ വഴിയിൽ എവിടെയെങ്കിലും ഒന്നിരിക്കാൻ പടച്ചോനെ. ഏതെങ്കിലും സ്വഹാബികൾ ഇറങ്ങി പോകുമ്പോ എന്തേ ഇവിടെ ഇരിക്കുന്നത്, വയറ് വിശക്കുന്നുണ്ടോ, എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയാ മതി അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വഴിയിൽ ഇരിക്കുകയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഓരോ സഹാബികൾ വന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. പറഞ്ഞോളൂ, എന്തേ ഇവിടെ ഇരിക്കുന്നത്, എന്റെ സുഖാണോ, എന്റെ മുഖത്തൊരു മാനത ഒന്നും ചോദിച്ചില്ല ആരും. എല്ലാരും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. വിളിക്കുന്നില്ലല്ലോ പടച്ചോനെ എന്നിങ്ങനെ ചിന്തിച്ചിട്ടുമാണ് അങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പോരല്ലോ തടുത്ത അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ക്ഷീണം വരല്ലേ ആന്ത്രോത്തുകാരെ, നിങ്ങൾ ഉന്മേഷമാരാകണം, ഉണർവുണ്ടാവണം, നല്ല റാഹത്തിലിരിക്കണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. നാളെ നമുക്കത് പരിഹരിക്കാം. സന്തോഷത്തോടെ തൃപ്തിയോടെ ഇരിക്ക്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഅലൈക്കും അസ്സലാം യാ റസൂലല്ലാഹ് എന്ന് പറയുന്നു. പിന്നെ അബൂ ഹുറൈറയോട് പറയുകയാണ്, വാ അബൂ ഹുറൈറ നമുക്ക് വീട്ടിലേക്ക് പോകാം. വേറൊന്നും പറഞ്ഞില്ല, വീട്ടിലേക്ക് പോകാം. ഏത് വീട്ടിലേക്കാണ് പോകുന്നത്? പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ചെറിയ ഈന്തപ്പന തടികൾ കൊണ്ട് നിർമ്മിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ കുറച്ച് ഒട്ടകത്തിന്റെ പാലുണ്ട്, അത് മാത്രമേ ഇവിടെയുള്ളൂ, വേറൊന്നും ഇവിടെ ഇല്ല. അബൂ ഹുറൈറ ക്ഷമിക്കണം, അബൂ ഹുറൈറ പൊറുക്കണം, അബൂ ഹുറൈറ കുറച്ച് ഒട്ടകത്തിന്റെ പാലുണ്ട്, അതുകൊണ്ട് കൊടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് കഴിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എങ്ങനെ അറിഞ്ഞു നബിയേ, എനിക്ക് വിശന്നിരിക്കുകയാണെന്ന് എങ്ങനെ അറിഞ്ഞു ഹബീബേ? ഒത്തിരി പറയുകയാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിന്റെ സങ്കടം അറിയാൻ അല്ലാഹു എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. അബൂ ഹുറൈറ, ആന്ത്രോത്ത് ദ്വീപിലെ പ്രിയപ്പെട്ട സമസ്തയുടെ മക്കളെ, നിങ്ങൾ കരയില്ലേ, നിങ്ങൾ സങ്കടപ്പെടല്ലേ? നിങ്ങളുടെ മനസ്സ് വേദനിച്ചാൽ അത് മുത്തുനബിക്ക് കാണാൻ കഴിയും മക്കളെ. നിങ്ങൾ ആരെയും പരിഹസിക്കല്ലേ, നിങ്ങൾ ആരെയും തിരിച്ചു കല്ലെറിയില്ലേ. എല്ലാം സഹിക്കണേ, ക്ഷമിക്കണേ, നല്ല പ്രവർത്തകരായി രംഗത്ത് വരണേ. അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കാണും മക്കളെ. നിങ്ങൾക്ക് വിജയം തരാൻ വേണ്ടി അല്ലാഹുവോട് പറയും മക്കളെ. ആന്ത്രോത്ത് ദ്വീപിലെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തഖ്വയോടുകൂടി ജീവിച്ചാൽ അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് തരും, അല്ലാഹു നമുക്ക് വലിയ അഭിവൃദ്ധി തരും. ഒരുപാട് സമ്പാദ്യം വേണമെന്നില്ല, കുറഞ്ഞതിൽ തന്നെ വലിയ ഐശ്വര്യം തരും. അതാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ഹാഫി നല്ല പേര്. അവിടെ ഒരു ബിശ്റുൽ ഹാഫി ഉണ്ടായിരുന്നില്ല, ഉണ്ട്, ആളുണ്ടോ അവിടെ? സദസ്സിലുണ്ടോ? ഉണ്ട്, അവിടെ ഉണ്ട്. ബിശ്റുൽ ഹാഫി നല്ല പേരാണ്, വലിയൊരു മഹാന്റെ പേരാണ്. അദ്ദേഹം ആദ്യം വലിയ ചക്രവർത്തിയായിരുന്നു. വലിയ കൊട്ടാരമൊക്കെ വെച്ച്, വലിയ വീടൊക്കെ വെച്ച് ആഡംബരത്തിൽ ജീവിച്ചപ്പോ ഒരു മുസാഫിർ അവിടെ വന്നു. ഒരു മുസാഫിർ വന്നിട്ട് വാതിൽ മുട്ടി,
അപ്പോ വാതിൽ കൂട്ടിയതാണ്, മൈക്ക് പ്രശ്നം കൂട്ടിയതല്ല കേട്ടോ. അവൻ പേടിച്ചു, അദ്ദേഹത്തിന് ആകെ നെഞ്ചു കെട്ടിയിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, നാളെ ആ മറ്റേ മൈക്ക് നാളെ ഒന്ന് റെഡിയാക്കി വേറൊന്നുമില്ല. നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് അവരുടെ ചോദിക്കരുത്, എടാ ബാക്കി വന്നിട്ട് നീ പൈസ മാറ്റിട്ട് നീ നമ്മളെ പഠിക്കടാ അങ്ങനെ ചോദിക്കരുത്. ഇത് ഈ വയറും സാധനവും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ 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 വ്യത്യാസമൊക്കെ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പൊ അതൊന്നും മാറ്റി റെഡിയാക്കാൻ മതിയാവും. അല്ലെങ്കിൽ തന്നെ സ്വർണ്ണം വായിക്കല്ലേ, മേടിക്കേണ്ട. ഇനിയിപ്പോ SKSകാർക്ക് റഹ്മയ്ക്ക് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് പണയം വെച്ചാൽ എല്ലാ കാര്യങ്ങളും. അപ്പോ ബിസ്മില്ലാഹി വലിയ കൊട്ടാരം വെച്ചു. കൊട്ടാരം കാണാൻ വേണ്ടി ആള് വന്നു, ഒരുപാട് ആൾക്കാർ വരുന്നു, കാണുന്നു. അപ്പൊ ഈ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യൻ വന്ന് പറഞ്ഞു, ഫക്കീറായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, വാതിൽ മുട്ടി. രാജകൊട്ടാരത്തിന്റെ രാജാവ് ഇറങ്ങി, ബിസ്മില്ലാഹി ഇറങ്ങി വാതിൽ തുറന്നപ്പോ ഈ വന്ന ഫക്കീറായ മനുഷ്യൻ ചോദിച്ചു, ഇതൊരു അടിമയുടെ കൊട്ടാരമാണോ അതല്ല സ്വതന്ത്രനായ മനുഷ്യന്റെ കൊട്ടാരമാണോ? ആ ചോദ്യം ബിസ്മില്ലാഹി വല്ലാതെ സങ്കടപ്പെട്ടു. സ്വതന്ത്രനായ മനുഷ്യന്റെതാണെന്ന് തോന്നുന്നു അന്നാൾ പറയാം. കാരണം എന്താ, ഇവിടെ ഒരുപാട് ആട്ടവും പാട്ടും ആഘോഷവും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അടിമയൊന്നും ആയിരിക്കൂല. ഈ ഫഖീറായ മനുഷ്യൻ ഇറങ്ങി നടന്നു പോയപ്പോ ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹു പിന്നാലെ പോയിട്ട് ആ സൂഫിയായ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത്? ഈ ചില സൂഫിയാക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. നമ്മൾ കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞിക്കോഴസ്ഥാനം നടക്കുന്നു നോക്കും, ആ ഒരു വസ്ത്രം തലക്കെട്ടി കെട്ടി റോഡിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല. ആ പാവപ്പെട്ടൊരു മൊഴിയായിരുന്നു. എല്ലാ സുരാജികാസിലും എല്ലാ സിംസാറിലൊക്കെ അല്ല. അപ്പൊ നമുക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ദുആ ചെയ്ത് കേട്ടില്ലേ, ഒരുപാട് പാണ്ഡിത്യമുള്ള, അറിവുള്ള, പക്വതയുള്ള ഗുരുനാഥന്മാരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. ഇവിടെ ഇങ്ങനെ പ്രായത്തിനോടൊന്നും പരിഹസിക്കരുത്. പല സ്ഥലത്തും ആളുകളെ കാണാം. കേരളത്തിൽ ചിലപ്പോൾ കാണാം, ഇവിടെ കാണാം, ഏർവാടി പോകുമ്പോൾ കാണാം, അജ്മീർ പോകുമ്പോൾ കാണാം, മടവൂരിൽ കാണാം. നമ്മൾ ആരെയും പരിഹസിക്കാതിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോവാം. ഇപ്പൊ ഈ മനുഷ്യന്റെ പിന്നാലെ ഓടുന്നത് രാജാവാണ്. ഈ മനുഷ്യന്റെ പിന്നാലെ ഓടുന്നത് രാജാവാണ്. ചോദിക്കാണ്, ഈ മനുഷ്യനോട് ചോദിക്കാണ്, നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണോ അതല്ല സ്വതന്ത്രനായ വലിയൊരു മനുഷ്യനാണോ? ബിസ്മില്ലാഹി കരയാ തുടങ്ങി, അല്ലാഹ് ഞാനൊരു സെക്കൻഡ് നിന്നെ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുകയാണ്. ചായ, ബിസ്ക്കറ്റ്, കാപ്പിയാണോ? ചായ എന്താണ് സാധനം? ചായ. ഇവിടുത്തെ ചായ എനിക്ക് ഇഷ്ടമല്ല, ബാക്കിയെല്ലാം ഇഷ്ടമാണ്. ചായ മാത്രം ഇച്ചിരി പ്രശ്നമാണ്. നാളെ രാവിലെ ഒരാൾ ചായ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സലീം ഹബിയ നാളെ ചായ കിട്ടിയില്ലെങ്കിലാണ് നാളത്തെ രാത്രിത്തെ ഇംഗ്ലീഷിനെ അകറ്റാന്ന് പറയില്ല. ആദ്യം സലീം ഹബിയ അകറ്റി, പിന്നെ ബാക്കി വിഷയം പിന്നുള്ളൂ. അപ്പൊ നാളെ നല്ല ചായ രാവിലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് കൊടുക്കട്ടെ. ഇവിടെ സ്റ്റേജിലും കൊടുക്കുമോനെ, സ്റ്റേജ് കൊടുക്കേ. വേറെ ഉണ്ടല്ലോ ആ സ്റ്റേജ് സ്പെഷ്യലാണ്. ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഇരിക്കില്ലേ. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോകുന്നു വിചാരിച്ചു. സത്യം സാധാരണ അങ്ങനെയാണ് എല്ലാ നേതാക്കന്മാർ ഉദ്ഘാടനം കഴിഞ്ഞാൽ പതുക്കെ നാളെ പരിപാടി ചെയ്യും. പക്ഷെ അദ്ദേഹം പോയില്ല, കുറെ സമയം ഇരുന്നല്ലോ. തിരക്കൂടി സാറിന് പോകട്ടോ. അത് അദ്ദേഹം വീട്ടില് വൈഫിനെയൊക്കെ വിളിച്ചു, വൈഫൊക്കെ പ്രസവവും ക്ലാസ്സൊക്കെ കേൾക്കുന്നവരാണ്. അതിനെ കുറിച്ച് സംസാരിച്ചു, അതൊക്കെ പറഞ്ഞു. അത് സന്തോഷമായി. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. അധികാരമൊക്കെ കിട്ടി ഒരു സ്ഥാനം കിട്ടുമ്പോൾ പിന്നെ ഈ പാവപ്പെട്ട ജനങ്ങളെ ചവിട്ടി തേക്കുന്ന സ്വഭാവം പലർക്കും ഉള്ളതാണ്. അവരോടൊപ്പം നിൽക്കുക. എന്നോട് പറഞ്ഞ പുസ്തകം നിങ്ങളുടെ പ്രസംഗിച്ച് പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കാൻ പറയണം. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി തെറുപ്പ്, അതൊക്കെ മാറ്റണം നമ്മള്. അല്ലാഹു എങ്കിലേ നമുക്കൊരു ഐശ്വര്യം തരൂ. ഇല്ലെങ്കിൽ അള്ളാഹ് ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ഒരു ഐശ്വര്യം വേണമെങ്കിൽ അതൊക്കെ വേണം. ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ പിന്നാലെ ഇറങ്ങി ഓടി. അല്ലെങ്കിൽ ചായ ബിസ്ക്കറ്റും കഴിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ബക്കറ്റ് കളക്ഷനുണ്ട് കേട്ടോ. ചായ കുടിച്ച് തീർന്ന ഉടനെ ബക്കറ്റ് കളക്ഷൻ. ബിസ്ക്കറ്റ് എന്തൊക്കെ എത്തൂലേ? ആള് കൂടുതലായതുകൊണ്ട് പ്രശ്നമുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് കൊടുക്കാൻ പറ്റുമോ? ഒരുപാട് ബിസ്ക്കറ്റ് വേണ്ടിയില്ലല്ലോ. ചായയും ബിസ്ക്കറ്റും ആരെങ്കിലും ഒക്കെ നാളെ സ്പോൺസർ ചെയ്യണം കേട്ടോ. ഓഫർ ചെയ്ത് കൊടുക്കണവർ. പക്ഷേ മക്കളെ നാളെ ചായ ഞാൻ കൊടുക്കാം, ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ സഹായിക്കണം. അവർക്ക് അങ്ങനെ അത്ര വലിയ ഫണ്ടൊന്നും ഉണ്ടാവില്ല, പാവങ്ങളാണ്. ഇത്രയും ഒരുപാട് നിറഞ്ഞു കവിഞ്ഞ രണ്ടാമത് സീറ്റ് കസേരയൊക്കെ കൊണ്ടിട്ട സ്ത്രീകൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് ബിസ്മി പറഞ്ഞ് കഴിച്ച് അൽഹംദുലില്ലാഹ് പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നത് നല്ലതല്ലേ? നല്ലതല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ഫഖീറായ മനുഷ്യന്റെ പിന്നാലെ ഓടിയിട്ട് ചോദിക്കുകയാണ്,
നിങ്ങൾ പറഞ്ഞത് ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. രാജകൊട്ടാരം വിട്ടിറങ്ങുകയാണ് എന്നിട്ട് അല്ലാഹുവിന് വേണ്ടി ജീവിക്കുകയാണ്, തഖ്വയോടെ ജീവിക്കുകയാണ്, ഇബാദത്തോടെ ജീവിക്കുകയാണ്. പിന്നീട് മഹാനായ ബിശ്റുൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് സുബഹി നമസ്കാരം മുതൽ രാത്രി ഇശാ നമസ്കാരം വരെ ആ ബഹുമാനപ്പെട്ട ബിശ്റുൽ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് നമസ്കാരം തീർന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കുക, സുബഹി മുതൽ ഇശാ വരെ മയ്യിത്ത് നിസ്കാരം നടത്തിയിട്ട് ആള് തീരുന്നില്ല. പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വലിയ സന്തോഷം തോന്നി ഇങ്ങനെ ഹൈദർ അലി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ. എനിക്ക് വലിയ ഇഷ്ടമുള്ള, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്റെ മകൻ മുസ്താഖ് അഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം, ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് തങ്ങളോടൊക്കെ കൊണ്ടുപോയിരുന്നു. എന്തൊരു സ്നേഹമാണ് എന്റെ മോന് ഭക്ഷണമൊക്കെ വാരി കൊടുത്തു. അവൻ മരിക്കുമെന്ന് നേരത്തെ ആ മുഖത്ത് എഴുതി വെച്ചതുപോലെ അവന്റെ അടുത്ത് പെരുമാറി. അവർക്ക് പിന്നീട് അത് ആലോചിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നിട്ടുണ്ട്. സ്നേഹസാഗരം എന്നൊരു പദ്ധതി, വഴിയോരങ്ങളിൽ കിടക്കുന്ന വൃദ്ധരായ, ജാതിയില്ല മതമില്ല സംഘടനയില്ല, വൃദ്ധരായ ആളുകളെ കൊണ്ടുവന്നിട്ട് പാർപ്പിക്കുന്ന ഒരു മനോഹരമായ സ്ഥലം, 1 ഏക്കർ സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഒക്കെ കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ പാണക്കാട് തങ്ങളെ പ്രസംഗത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? പ്രിയപ്പെട്ടവർ, ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ സംഘടന നോക്കി പറയേണ്ടവർക്ക് പറയാം. എനിക്ക് അവരോടൊന്നും വെറുപ്പൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പറയട്ടെ, പറയുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഹ്ലാദിച്ചില്ലെന്ന് കിട്ടുള്ളൂ. എത്രയും അവർക്ക് പറയാം, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പറയാം, കുറച്ച് പറയാതിരുന്നാൽ മതി, കൂട്ടി പറഞ്ഞോട്ടെ. പക്ഷെ അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായി 1 ഏക്കർ സ്ഥലം വാങ്ങി 15 ചെറിയ ചെറിയ വീടുകൾ വെച്ച് ഒരു വീട്ടിന്റെ അകത്ത് ജാതി മത സംഘടനകളൊന്നും ഇല്ലാത്ത വഴിയോരത്ത് വലിച്ചെറിയപ്പെട്ട വൃദ്ധരായ 7 ഉമ്മമാരെ, അമ്മമാരെ, ഉപ്പമാരെ, അച്ഛന്മാരെ താമസിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1 മാസം പ്രസംഗം കഴിഞ്ഞ് 11-ാം തീയതി അവിടെ ചെന്നാൽ അവർക്ക് ശമ്പളം കൊടുത്ത്, ഇവർക്ക് ഭക്ഷണത്തിന്റെ, ഹോസ്പിറ്റലിന്റെ ബില്ലൊക്കെ എടുത്ത് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നു. ഒരു സമ്പാദ്യമോഹവുമില്ല പ്രിയപ്പെട്ടവരെ. അവിടെ ബിസിനസ് തുടങ്ങണം, ഇവിടെ ബിസിനസ് തുടങ്ങണം, അവിടെ ബിൽഡിംഗ് വേണം, ഇവിടെ ബിൽഡിംഗ് വേണമെന്നില്ല. യാത്ര ചെയ്യാൻ നാട്ടിൽ മനോഹരമായ നല്ലൊരു വാഹനമുണ്ട്, പ്രസംഗത്തിന് പോവാം, ഇൻഷാ അല്ലാഹ് ആളുകൾ എന്തെങ്കിലും തന്നാലും ഇല്ലെങ്കിലും എന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു വീതം ഇതിനുവേണ്ടി ചിലവഴിക്കാൻ അതിയായ ആഗ്രഹമാണ്. നിങ്ങളത് മരിക്കുന്നത് വരെ തൃപ്തിയോടെ ചെയ്യാൻ വേണ്ടി. ഭാര്യയും മക്കളൊന്നും ഇടകൂരിട്ട് നിങ്ങൾ അങ്ങനെ സ്നേഹസാരത്തിന് അങ്ങനെ കൊടുത്താൽ നമ്മളങ്ങനെ ജീവിക്കും, അങ്ങനെയൊന്നും പറയാത്ത വിധം തൃപ്തിയോടെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ജീവിതത്തിൽ വലിയ ആ ഒരു അതിന്റെ ശിലാസ്ഥാപനത്തിന് പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വന്നപ്പോൾ, അതിനു മുമ്പ് കവരത്തിയിൽ ഞാൻ തങ്ങളുടെ കൂടെ ഒരുമിച്ച് വന്നിരുന്നു. എന്തൊരു യാത്രയായിരുന്നു, എന്തൊരു സ്നേഹമാണ്. ആറ്റപ്പൂ എന്ന് പറഞ്ഞാൽ ആറ്റപ്പൂ തന്നെയാണ്. അല്ലാഹുവേ, കൊച്ചുകുട്ടികളോട് പോലും സുഖമാണോ, എന്തൊക്കെ വിശേഷം, എവിടെയാണ് അപ്പന്റെ പേരെന്താ, അങ്ങനെ ചോദിക്കുന്ന ഒരു വലിയ നേതാവ്. സ്നേഹസാഗരത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടുത്തെ രോഗികളോട് അവരുടെ തോളത്ത് കൈവച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരും, ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു പോയ ആറ്റപ്പൂവാണ് ഇവിടെ ശിലാസ്ഥാപനം നടത്തിയതെന്ന് അറിഞ്ഞപ്പോ ഈ ആന്ധ്രോത്ത് ദ്വീപിന്റെ ഈ മജ്‌ലിസിനോട് എനിക്ക് വല്ലാണ്ട് മഹബത്ത് തോന്നിപ്പോയി. മുസ്ലിമേ, വല്ലാത്ത അടുപ്പം തോന്നിപ്പോയി. അന്ന് എത്രയാണ് മയ്യത്ത് നിസ്കാരം നിങ്ങൾ കണ്ടോ എന്നറിയില്ല. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് പാണക്കാട്ടേക്ക് ഒഴുകിയെത്തിപ്പോയത്. കുഞ്ഞിനെ തലയിൽ വെച്ചിട്ടൊരു വാപ്പ അന്ന് നിൽക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്നതാണ്. ആ തങ്ങളുടെ മുഖം എനിക്കൊന്ന് കാണിച്ചു തരുവോ എന്ന് കരഞ്ഞുകൊണ്ട് 5-6 വയസ്സുള്ള ഒരു കുഞ്ഞ് വാപ്പാന്റെ തോളത്തിരുന്നുകൊണ്ട് ആ തങ്ങളുടെ മുഖം എനിക്കൊന്ന് കാണിച്ചു തരുവോ എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്ന കാഴ്ച പത്രങ്ങളിലൂടെ വന്നതാണ്. എത്രയോ പാവങ്ങളാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നവരാണ്, മോളെ കല്യാണം നടത്തി തന്നവരാണ്, സുഖമില്ലാതെ കിടന്നപ്പോ പൈസ തന്നവരാണ്. ആന്ധ്രാത്ത് ദ്വീപിൽ വന്ന് മടങ്ങി പോകുമ്പോ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടുത്തെ സംഘാടകനെ വിളിച്ചിട്ട് ഒരു ചെറിയ കവർ കൊടുത്തെങ്കിൽ അതാണ് ആ മരതകപുത്തിന്റെ സ്വഭാവം. അങ്ങനെയാണ്. അല്ലാഹുവേ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാ. കാലങ്ങൾക്ക് ഇപ്പോൾ ആന്ധ്രാത്ത് ദ്വീപിന്റെ ഹൃദയഭാഗത്തിരുന്നുകൊണ്ട് ശിലാസ്ഥാപനം നടത്തിയ ബിൽഡിംഗിന്റെ പരിപൂർണതയുടെ തിരുമുറ്റത്തിരുന്നുകൊണ്ട് ഈ പ്രസംഗം നടത്തുമ്പോ അതിന്റെ പ്രതിഫലമാ പ്രിയപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒന്ന് ഇബാദത്ത് ചെയ്യാം, 2 പൂർണ്ണമായ തഖ്വയോടുകൂടി.
തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹിന് ഇഷ്ടമുള്ളത് ചെയ്യുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താണ് ചെറുപ്പക്കാര? അള്ളാഹു എത്ര ആരോഗ്യം നിങ്ങൾക്ക് തന്നു. എന്നാലും ഞാനൊക്കെ കവരത്തില് രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ലേ ഉള്ളൂ, അപ്പൊ എന്നാൽ രാത്രി ഒന്ന് ഒരു ചെറിയ റൗണ്ട് അടിച്ച് വരാം. പ്രസംഗം കഴിഞ്ഞതാണ്, ഇനിയിപ്പോ ചെന്ന് കിടന്നാൽ തന്നെ കപ്പലിന് സമയമാവും, അപ്പൊ പോകണല്ലോ. അങ്ങനെ ഒരു ചെറിയ കറക്കത്തിന് ഇങ്ങനെ വരുമ്പോ എത്ര ചെറുപ്പക്കാർ, ഒരു ജോലിയില്ല, പാതിരാത്രി 2 മണിക്കൊക്കെ വെറുതെ കടകളില് ബീച്ചിൽ വെറുതെ ഇരിക്കാണ്. ഈ കൊറോണ വന്നതിന് ശേഷം ഉണ്ടായ ഒരു സ്വഭാവമാണ് ഇതൊക്കെ. നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉണരണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, നല്ല മക്കളായി വളരണം. അങ്ങനെ ലഹരിയുടെയും കഞ്ചാവിന്റെ ഒക്കെ അടിമകളായി നമ്മളങ്ങനെ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു തിരമാല ഉയർന്നു വന്നാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ദ്വീപുകാർ. അത് നിങ്ങളെന്താ പെട്ടെന്ന് മറന്നു പോകുന്നത്? നിങ്ങൾ മറന്നു പോകുന്നത് എന്താ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ആരെങ്കിലും എഴുതി പോകുന്നുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തരുത്. അതുകൊണ്ട് ഉള്ളതുപോലെ പടച്ചോനെ എന്നെ കൊണ്ട് ഇത്ര പറ്റു ചെയ്യാം, അത് ചെയ്യാം. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാം, നല്ല മനുഷ്യരായിട്ട് വളരാം. 2 കാര്യമായി: 1 ഇബാദത്ത് ചെയ്യുക, 2 തഖ്വ ചെയ്യുക, 3 ഭക്ഷണം വരാനുള്ള വഴിയായി പറയുന്നത്. അതിന് ബറക്കത്ത് ഉണ്ടാവാനും, അതിന് അഭിവൃദ്ധി ഉണ്ടാവാനും, അതിന് ഐശ്വര്യം ഉണ്ടാവാനുള്ള വഴിയായി പറയുന്നു. 3-ാമത്തത് ലൗ അന്നകും തതവക്കലൂന ഹഖ തവക്കുലിഹി ലറസകകും കമാ യർസുഖു തയ്റു തഅദു ഖിമാസ വതറൂഹു ബിതാനാ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി വേണ്ട പോലെ തവക്കുൽ ചെയ്താൽ, അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ, യജമാനനായ പടച്ചവനെ ഞാൻ ജോലിക്ക് ഇറങ്ങുന്നു അല്ലാഹ്, കടലിലേക്ക് പോകുന്നു അല്ലാഹ്, എനിക്ക് ഒരുപാട് കഴിവുണ്ടെന്ന് ആന്ത്രോത്ത് ദ്വീപുകാരൊക്കെ പറയുന്നു അല്ലാഹ്, എന്നാലും നീ വിചാരിക്കാതെ ഒന്നും നടക്കൂല അല്ലാഹ്. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് പറഞ്ഞിട്ടാണ് കടലിലേക്ക് പോകുന്നതെങ്കിൽ ആ പോക്കിന് അല്ലാഹു നിനക്കൊരു ബറക്കത്ത് തരുന്നതാണ്. ആ പോക്കിന് ഒരു ബറക്കത്ത്. നമ്മളതൊക്കെ മറന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താവശ്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും, ഞാനിപ്പോ മുകളിലത്തെ സ്റ്റെപ്പ് ഇറങ്ങി കളക്ടറെ കൂടെ നടന്നവിടെ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, ഈ സ്റ്റേജിലേക്ക് ഞാൻ കയറിയിരിക്കാൻ പോവാണ് അല്ലാഹ്, അല്ലാഹുവേ നീ തന്ന കഴിവല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുമ്പോ അതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. അത് കുഴപ്പമില്ല, പുതിയ വണ്ടിയിലല്ലേ പോണ, എന്റെ മോനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആ പൊക്കോട്ടെ എന്ന് പറയാൻ നേരെ ചെന്ന് കയ്യിൽ വീഴും. ആ ഡോക്ടറല്ലേ കാണുന്നത്. ഡോക്ടർ നോക്കിയ ഒരു കുഞ്ഞിനും ഇതുവരെ ഒരു അപകടം വന്നിട്ടില്ല. ആദ്യം മരിക്കുന്നതിലപ്പോ ഈ കുഞ്ഞായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരാളുടെ കഴിവിലല്ല വിശ്വസിക്കേണ്ടത്. അല്ലാഹുവിൽ അചഞ്ചലമായി തവക്കുലാക്കണം എല്ലാ കാര്യങ്ങളും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. മക്കളെ ബിസ്മില്ലാഹി. അടുത്തത് ലാ ഹൗല വലാ ഖുവത. എപ്പോ എന്ത് കാര്യത്തിന് ഇറങ്ങിയാണ്, ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ ഇറങ്ങിയാലും തന്നെ പറയണം കളി ജയിക്കണ്ടേ, അല്ലെങ്കിൽ ഫസ്റ്റ് ബോളിൽ തന്നെ ബോളുണ്ടാവും. ഭയങ്കര സച്ചിനായിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങി പോകും. അപ്പൊ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എല്ലാ കാര്യത്തിനും കളിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ചിരിക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ചാടാനാണെങ്കിലും ഒക്കെ ഇത് വേണം. എന്റെ മക്കൾ പഠിക്കുന്നത് പാണക്കാട് സൈപ്പാത്ത് സ്കൂളിലാണ്. ആ സ്കൂളിൽ അവരെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ പഠിപ്പിക്കുന്ന കോച്ച് ഇവിടെ ഉള്ള ആളാണ്, ആന്ത്രോത്ത് ദ്വീപുകാരനാണ്, സിയാദ് സാർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ആഫിയത്തുള്ള ആയുസ്സ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ സന്തോഷമാണ്. ഞാൻ പറഞ്ഞവിടെ പോകണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് വീട്ടിലേക്ക് പോകണ സ്ഥലത്ത് പോകണം. അള്ളാഹു എല്ലാം അനുഗ്രഹം തിരിഞ്ഞു കൊടുക്കട്ടെ. അപ്പോ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞിട്ട് ഇറങ്ങണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവമുണ്ട്, നമുക്കൊക്കെ അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നല്ലൊരു ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ആന്ത്രോത്ത് ദ്വീപില് എത്ര പവിത്രതയുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മൾ അവള് പോക്കാണ്, അവള് വിചാരിയാണ്, അവള് കറണ്ട് പോകാൻ കാത്തിരിക്കുകയാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ ഇതിന്റെ ശിക്ഷ ഉണ്ടല്ലോ, ചെറുതൊന്നുമല്ല മക്കളെ. നിങ്ങൾ തൊപ്പിയിലാടിയൊക്കെ പടച്ചമായിട്ട് കത്തിക്കും ഇതിങ്ങനെ പറഞ്ഞിട്ട് നടന്നാല്. നിങ്ങൾ തിരിച്ചു കൂട്ടുകാരെ കുറിച്ചും പറയുന്നുണ്ട്, ആണുങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അവനാകെ പ്രശ്നമാണ്, അവൻ കോഴിയാണ്, അവൻ അങ്ങനെയാണ്, അവൻ മതിരിയാടുന്നവനാണ്. പറയില്ലേ? പച്ചക്ക് പറയും. ഇത് പറയാൻ നല്ല സിമ്പിളാണ്. അത് കേട്ടവർ അതിങ്ങനെ കൂടെ പാടും. നാട് മുഴുവനും അത് പരക്കും.
വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എത്ര ആളുകളെ തേജോവധം ചെയ്തിട്ടുണ്ട്. ചെയ്തതും ചെയ്യാത്തതുമായ, ചെയ്തത് പോലും പറയാൻ പാടില്ലെന്നാണ്, ചെയ്തതും ചെയ്യാത്തതുമായ എത്രയോ ആരോപണങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്ക്, ആരാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ? ആ സംഭവം നടന്നതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പറയാം. ആദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു യുദ്ധത്തിനുള്ള യാത്ര പോയി. ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി വഴിയിലിറങ്ങുകയാണ്. തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിൽ കയറിയെന്ന് തിരിച്ചറിഞ്ഞു. കയറിയെന്ന് തോന്നിയിട്ടാണ് ഒട്ടകം നേരെ വിട്ടുപോയത്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോ വിജനമായ വഴിയോരം മാത്രമാണ്. ഒട്ടകക്കട്ടില് കാണുന്നില്ല, വാഹനം കാണുന്നില്ല, അവിടെ ആരുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഇനി എങ്ങനെയാണ് ഞാൻ എന്റെ ഹബീബിന്റെ അടുത്ത് പോകുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ സഫ്വാൻ എന്ന പ്രിയപ്പെട്ട സ്വഹാബി അതുവഴി ഒട്ടകവുമായി വരികയാണ്. ഈ നിൽക്കുന്നത് ആയിഷ ബീവിയല്ലേ? പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് പറയുകയാണ്, ബീവിയെ, എന്റെ ഒട്ടകത്തിലേക്കൊന്ന് കയറുമോ? ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിന്റെ അകത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കയറുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒട്ടകക്കട്ടിൽ മുന്നോട്ട് നീങ്ങുകയാണ്. പിന്നെ നാട് മുഴുവനും വാർത്ത പരക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അവർ വ്യഭിചരിക്കുകയാണ്. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ആ നാടും നഗരവും വാർത്ത പരന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിനെ കുറിച്ച് ഓർക്കുമോ മോളെ? പാവപ്പെട്ട ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വല്ലാതെ നീറിപ്പോയി. കരഞ്ഞ് 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 കണ്ണു ചുവന്നു പോയി. നിങ്ങൾ ആരോപണം പറയുമ്പോ, നിങ്ങൾ ആക്ഷേപം പറയുമ്പോ, നിങ്ങളില്ലാത്ത കഥ പറയുമ്പോ, നിങ്ങൾ കഥയുണ്ടാക്കി പറയുമ്പോ, ആ കഥാപാത്രമായവർ എത്ര ഉരുകി കരയുന്നുണ്ടെന്നറിയോ? പള്ളിയിലിരുന്നിട്ട്, വീട്ടിലിരുന്നിട്ട്, കടയിലിരുന്നിട്ട്, വാഹനത്തിലിരുന്നിട്ട് അവർ ഉരുകി ഉരുകി കരയുന്നുണ്ട്. നിങ്ങൾ അറിയുമോ? അതുകൊണ്ട് ആന്ത്രോത്ത് ദ്വീപുകാരെ, ഒരാളെ കുറിച്ചും പറയല്ലേ. നിങ്ങളുടെ ശത്രുക്കളാവട്ടെ, നിങ്ങളുടെ മിത്രങ്ങളാവട്ടെ, ആര് പറഞ്ഞാലും കൂട്ടു നിൽക്കല്ലേ. അത് വല്ലാത്ത ചതിയാണ്. അവിടെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോകും രംഗമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ സങ്കടപ്പെട്ട് തേങ്ങി പൊട്ടിക്കരഞ്ഞു. അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് പറഞ്ഞു. ജനങ്ങളൊക്കെ ഇളിഭ്യരായി. അല്ലാഹുവിന്റെ റസൂലിനെ ആയിഷ റളിയല്ലാഹു അൻഹ വാരി പടർന്നു. അവർക്ക് രണ്ടുപേർക്കും പരിപൂർണമായ സന്തോഷമായി. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയോട് അവിടുത്തെ സ്ത്രീകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് സഫ്വാന്റെ ഒട്ടകത്തിൽ അന്ന് കയറിയത്? നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അന്ന് സഫ്വാന്റെ ഒട്ടകത്തിൽ കയറിയത്? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ ഒറ്റ ധൈര്യമുള്ളൂ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ അത് പറഞ്ഞിട്ടാണ് കയറിയത്. അള്ളാഹു അതിന്റെ അർത്ഥം എനിക്ക് പിന്നീട് ഖുർആനിൽ ആയത്തിറങ്ങിയിട്ട് പഠിപ്പിച്ചു തന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്. അബൂബക്കർ സിദ്ദീഖ് എത്ര കരഞ്ഞെന്നറിയോ? റളിയല്ലാഹു അൻഹു. നമ്മൾ ആരെയും ഇല്ലാത്തതും പറയരുത്. കുടുംബ ജീവിതത്തിൽ പരമാവധി സഹനം ആവശ്യമാണ്. കല്യാണം കഴിഞ്ഞാൽ തൊലാക്കാണ്, കല്യാണം കഴിഞ്ഞാൽ തൊലാക്ക്. ഫിലിം സ്റ്റാറിനെ കണ്ടാ പഠിക്കുന്നത്, സിനിമാ നടി നടന്മാരി തന്നെ പരിപാടി. അവരുടെ അഡ്രസ്സിന് വേണ്ടിയാണ് പെണ്ണ് കിട്ടുന്നത്. കല്യാണം കഴിക്കാത്ത പെണ്ണ് കറങ്ങി നടന്നാൽ നാട്ടിന് പേര് ദോഷമാണ്. അമ്മക്കും പാപ്പാക്കും അമ്മയ്ക്കും അച്ഛനും പുറത്തിറങ്ങാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു അഡ്രസ്സിന് വേണ്ടി ഫിലിം സ്റ്റാറുകൾ കല്യാണം കഴിക്കും. 2 മാസം 3 മാസം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ തലാഖേല് രണ്ട് വഴിയിലായി കുറേ സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ അവൾക്ക് പേടിക്കണ്ട. ഇതാണ് നമ്മുടെ തലമുറയെ കണ്ടുവച്ചിരിക്കുന്നത്. പേരിന് വേണ്ടി ഒരു കല്യാണം. നിക്കാഹ് സുന്നത്താണ്. വളരെ പൊരുത്തത്തോടെ വറക്കത്തോടെ തന്നെ കൊണ്ടു നടക്കണം. ഇവിടെ ബാക്കി ആഘോഷത്തിനൊന്നും കുറവില്ലല്ലോ. ഇവിടെ കല്യാണത്തിനൊക്കെ ആഘോഷമൊക്കെ ഇല്ലേ? ചെറിയ ചെറിയ ആഘോഷമൊക്കെ പാട്ടൊക്കെ ഇല്ലേ? ഉണ്ടെങ്കിലേ പാട്ട് കല്യാണത്തിന് ഉണ്ട്. ആ എല്ലാം ഉണ്ടെന്നാ പറയാം. 1 2 എല്ലാം ഉണ്ടെന്നാ പറയാം. പടക്കം പൊട്ടിക്കലുണ്ടോ? അതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു മക്കളെ? ഈ വെള്ളത്തിനകത്ത് പടക്കം പൊട്ടിക്കല്, കൂത്തിരി കത്തിപ്പ്
അല്ലെ? പിന്നെ ഉമ്മാമാരും ഉപ്പാമാരൊക്കെ ഒരുങ്ങി ആ മഞ്ഞ കല്യാണം കണ്ടോ? അതുകൊണ്ടാ അത് കേരളത്തിന് എങ്ങനെ ഇവിടെ എത്തിയാന്ന് പറഞ്ഞേ. നമ്മൾ ആലോചിച്ച് ഉപ്പാമാരൊക്കെ ഒരുങ്ങും ഒരേ ടീഷർട്ട്, മഞ്ഞ ടീഷർട്ട്, കളവന്മാരല്ല. ഉമ്മാമാർക്കെല്ലാം ഒരേ സാരി. എന്നിട്ട് ഉമ്മാമാരെ പാട്ട് ജീനത്ത് പെണ്ണിന്റെ മാണിക്കല തേങ്ങയാണ്. ഇതിങ്ങനെ പാടിയിട്ട് കളിക്കുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാര്, കാമുകന്മാര്, കാമുകിമാര് കൂടി അങ്ങോട്ട് ആഘോഷവും ആർഭാടവും അങ്ങോട്ട് അറമ്മതിപ്പ് തന്നെ. പിന്നെ ഈ ബറക്കത്തെടുത്ത് മാറ്റിയാൽ പിന്നെ അങ്ങനെ തൊലാക്കില്ലാതിരിക്കും. ബറക്കത്തോടു കൂടി കല്യാണം നടത്തണം. ഈ ബറക്കത്തൊക്കെ നശിപ്പിച്ചിട്ടാണ് നമ്മുടെ കബറിൽ ഇങ്ങനെ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നിങ്ങളുടെ നിക്കാഹ് പിന്നെ അങ്ങനെ നിലനിൽക്കും? പിന്നെ തൊലാക്ക് സംഭവിക്കൂലേ? 3 മാസം 6 മാസം ആകുമ്പോൾ ഇപ്പൊ തന്നെ ഈ ഇരിക്കുന്ന സഹോദരിമാരെ നോക്ക്, എത്ര എണ്ണം വഴിയൊല്ലിട്ട് വന്നിരിക്കുന്നുണ്ട്. ഭർത്താവ് വഴിയൊല്ലി, ഭർത്താവ് ഒഴിവാക്കി. എന്താ പ്രശ്നം? കല്യാണം നിങ്ങൾക്ക് കളിയായിട്ട് തോന്നി. കല്യാണം കളിയായിട്ട് തോന്നി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. മോളെ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തൊരു വെട്ടമില്ല. മുത്തനബി വന്ന സാധാരണ ചാടി ഇറങ്ങാൻ ആളാണ്. മുഖത്തൊരു റാഹത്തില്ല. അപ്പൊ തന്നെ മനസ്സിലായി ചെറിയ പ്രശ്നം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാലും ഭാര്യ ഭർത്താവ് ആരാണെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കാണാൻ മുത്തനബിക്ക് അറിയാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്യ അലി എവിടെയല്ലേ ചോദിച്ചു. ഫാത്തിമ പറഞ്ഞത് എനിക്കറിയില്ല, അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി തമ്മിൽ ഉടക്കാണ്. മറ്റേതങ്ങനെയല്ല. അതുടനെ ഇക്ക് ഹബീബേ, ഇക്ക് ഹബീബ് ഒരു മുത്തനബിയെ അന്ന് വന്ന് സന്തോഷത്തിലാണ് ഞാൻ. ഇതൊക്കെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാ. അന്നതൊന്നുമില്ല. അപ്പൊ മനസ്സിലാക്കണം, പ്രശ്നമാണ്, കുടുംബത്തിൽ വിഷയമുണ്ടെന്ന് തിരിച്ചറിയണം. ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി എന്തോ ചെറിയ പിണക്കമുണ്ടെന്ന്. നേരെ തന്നെ പുറത്തെ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അറിയാം, അലി റളിയല്ലാഹു അൻഹുവിന് മാനസികമായ എന്തെങ്കിലും വിഷമം വന്നാൽ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. സങ്കടം വരുമ്പോ പോകേണ്ടത് ബാറിലേക്കല്ല. സങ്കടം വരുമ്പോ പോകേണ്ടത് കള്ളു വാങ്ങാനല്ല. സങ്കടം വരുമ്പോ പോകേണ്ടത് കുപ്പിയെടുക്കാനല്ല. സങ്കടം വരുമ്പോ പോകേണ്ടത് പള്ളിയിലേക്കാണ്. അലി റളിയല്ലാഹു തആല പള്ളിയിലുണ്ടെന്ന് മുത്തനബിക്ക് അറിയാം. ഇത് നോക്കുമ്പോ പള്ളിക്കകത്ത് അങ്ങനെ കിടക്കാണ് അലി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലിയെ ചാടി എഴുന്നേറ്റ്, യാ റസൂലല്ലാഹ്, നീ ഫാത്തിമയുമായി പിണങ്ങിയോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഫാത്തിമ നിങ്ങളോട് പരാതി പറഞ്ഞു നബിയേ. അലിയെ പറഞ്ഞതല്ല, വന്നപ്പോൾ അറിഞ്ഞതാണ്. ഓടുകയാണ് തന്റെ പനയോല കുളിരിന്റെ വീട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഫാത്തിമ, പൊരുത്തപ്പെടണേ ഫാത്തിമ, പൊരുത്തപ്പെടണേ ഫാത്തിമ. ഞാൻ നിന്നോട് പിണങ്ങിയതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം മാറിയപ്പോ സങ്കടമായി പോയി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമോളെ, കുടുംബജീവിതത്തിന്റെ ബറക്കത്ത് എന്തെന്ന് നിങ്ങൾക്കറിയില്ല. കുടുംബജീവിതം പൊരുത്തത്തോടു കൂടി പോയി കിട്ടുന്ന സുഖം എത്രയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. എത്ര പ്രായം ചെന്നാലും ആ ബന്ധത്തിന്റെ മാസ്മരികത ഒരു ഇൻസ്റ്റഗ്രാമിന്റെ റീൽസിലൂടെ നിങ്ങൾക്ക് അളന്നെടുക്കാൻ പറ്റൂല. വല്ലാത്ത സ്നേഹം, വല്ലാത്ത ഇഷ്ടം. സ്നേഹസാഗരത്തിൽ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഉണ്ട്, ഭാര്യയും ഭർത്താവും. ഉമ്മാക്ക് കാഴ്ചയില്ല, ഭാര്യക്ക് തീരെ കാഴ്ചയില്ല, ഭർത്താവിന് കാഴ്ചയൊക്കെ ഉണ്ട്. ആരോഗ്യക്കുറവാണ് രണ്ടുപേരെയും ഒരു റൂമിൽ കിടത്താൻ പറ്റൂല. കാരണം ഒരു റൂമിനകത്ത് 7-8 ആളുകളാണ് കിടക്കുന്നത്. ഈ കണ്ണുകാഴ്ചയില്ലാത്ത ഉമ്മയെ മലമൂത്ര വിസർജനത്തിന് കൊണ്ടുപോകണം, മരുന്ന് കൊടുക്കണം. അതിനൊക്കെ പ്രത്യേക സ്റ്റാഫ്, ലേഡി സ്റ്റാഫ് ഉണ്ട്. ഇദ്ദേഹത്തെ നോക്കാൻ പുരുഷന്മാർ സ്റ്റാഫുണ്ട്. പക്ഷേ ദിവസത്തിൽ 1-2 പ്രാവശ്യം ഇവർ രണ്ടുപേരെയും അടുത്തുകൊണ്ടിരുത്തും. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹമാണ്. നമ്മൾ കണ്ടുപഠിക്കണം ചെറുപ്പക്കാരാ. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വേണ്ടാന്ന് പറഞ്ഞ് മൊബൈലിൽ കയറി പൊട്ടിച്ച് നേരെ ബീച്ചിന്റെ അവിടെ ഒന്ന് കരഞ്ഞിട്ട് എല്ലാവർക്കും മെസ്സേജ് അയച്ച് ഞാൻ വലിക്കാൻ പോവാണ്, എനിക്ക് അവിടെ വേണ്ട എന്ന് പറഞ്ഞ് തൊലാക്ക് ജില്ല അഭിനയിക്കാൻ നിനക്ക് തോന്നുന്നത് അഹങ്കാരമുള്ളത് കൊണ്ടാണ്, നട്ടനുള്ളത് കൊണ്ടല്ല. അഹങ്കാരമുള്ളത് കൊണ്ടാണ്. നീ എന്തുവാണെന്നൊരു തോന്നൽ നിനക്ക്. നീ ഒന്നുമല്ല, ഒരു മാങ്ങാ തുലിയല്ല. ഒരു അസുഖം വന്നാൽ തീരാന്നുള്ളതേ ഉള്ളൂ. നീ എവിടെയാണ് ഈ ചാട്ടം ചാടിയിട്ട് പോകുന്നത്? എവിടെയാ ഈ പെണ്ണ് കൊള്ളൂല, ഈ ആണ് കൊള്ളൂല എന്ന് പറഞ്ഞ് നീ ഇറങ്ങി ഓടുന്നത് എവിടെയാ?
2 ദിവസം നല്ലതുപോലെ വയറിളക്കുന്ന അസുഖം അറിയോ, വയറ്റിൽ നിന്ന് പോകുന്ന അസുഖം, അത് തന്നാൽ മതി, കഴിഞ്ഞു നിന്റെ കഥ. അപ്പൊ വയറ്റിനകത്ത് മൊത്തം കിടക്കുന്നത് ഈ സാധനമാണെന്ന് മനസ്സിലാക്കിക്കോ. ഈ ചാട്ടവും ഈ ഓട്ടവും ഒക്കെ ഇതാണ് നമ്മളെ കൊണ്ട് ജീവിക്കുന്നത്. 2 ദിവസം നിർത്താതെ ബാത്റൂമിൽ പോയാൽ മതി. പിന്നെ ചോദിക്കുക എന്ത് പറ്റി? ഒന്നുമില്ല സുഖം തന്നെ. ഓ ഈ പെണ്ണ് മതിയാ, മതി ആരാണെങ്കിലും മതിയേ. അല്ലാഹ് ഇത്രേ ഉള്ളൂ. ചാട്ടവും പോക്കും വേണ്ടാത്തൊന്നും ഇപ്പൊ എടുത്ത് ആദരവ് ഇപ്പൊ തിരിച്ചു വെക്കും. 2 ദിവസത്തെ പണി അത് തന്നാൽ കഴിയും. ഇതൊക്കെ തിരിച്ചറിയണം പെങ്ങളെ. ഒന്നുമല്ല, നമ്മൾ ഈ അഹങ്കാരം ആരോടാ കാണിക്കുക? അല്ലാഹു തആല അഹങ്കരിക്കുന്നവരെ തറപറ്റിക്കും. ഏത് വിഷയത്തിൽ അഹങ്കരിച്ചാൽ, സംഘടനയില്, പാർട്ടിയില്, അധികാരത്തില്, കുടുംബത്തില്, എവിടെ അഹങ്കരിച്ചാലും, പ്രസംഗത്തില്, ഞാനാണ് വലിയ ആള്, എന്ത് രീതിയിൽ സംഘാടനത്തിൽ എന്തിൽ അഹങ്കരിച്ചാലും അള്ളാഹ് തറപറ്റിക്കോരെ. അവനെ അല്ലാഹു താഴ്ത്തിക്കളയും, രക്ഷപ്പെടുത്തില്ല. വിനയവും തഖ്വയും താഴ്മയും ഇഖ്ലാസും ഒക്കെ നമുക്ക് വേണം. നമ്മൾ അഹങ്കരിക്കരുത്, ഒരു കാര്യത്തിലും അഹങ്കരിക്കരുത്. ഈ ആന്ധ്രാപ്രദേശിലെ SKSSFകാരോട് പറയാം, മേഖലാ സമ്മേളനം വിജയിച്ചു. 1ാമത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ 50% വിജയിച്ചു. നാളെ രാവിലെ ഈ പരിപാടി നിങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി നിങ്ങൾ പരാജയപ്പെട്ടു, സംഘടന വിജയിക്കും, നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ കരയണം. നിങ്ങൾ ഈ മതസഖ്യവസ്ഥ നിങ്ങളുടെ പള്ളിക്കകത്തിരുന്ന് കരയണം. അല്ലാഹുവേ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ പരിപാടി മഹത്തായി, അൽഹംദുലില്ലാഹ്. കരഞ്ഞ് അല്ലാഹുവോട് നന്ദി രേഖപ്പെടുത്തണം. അഹങ്കരിക്കല്ല വേണ്ടത്, കരയണം, പൊട്ടി കരയും. ഞാനൊക്കെ അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ഒരു പരിപാടി വെച്ചിട്ട് അത് വിജയിച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു എല്ലാ പ്രവർത്തനങ്ങളും നന്ദി രേഖപ്പെടുത്തിയിട്ട് പിന്നെ ഒറ്റയ്ക്ക് അവസാനത്തെ സംഘാടകനായിരിക്കും ഞാൻ വെക്കുന്ന പരിപാടിയിൽ അവസാനത്തെ സംഘാടക, എല്ലാ സംഘാടകരും പോയിട്ട് ലാസ്റ്റ് പോകുന്ന വണ്ടിയായിരിക്കും എന്റെ വണ്ടി. ആ പോക്കിലൊരു കണ്ണീരുണ്ടാവും, വിജയത്തിന്റെ കണ്ണീര്. ആ വിജയത്തെ തടുക്കാൻ ലോകത്ത് ഒരാൾക്കും പറ്റൂല. നമ്മൾ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പോസ്റ്റർ അടിച്ച് നോട്ടീസ് അടിച്ച് പരിപാടി വെച്ചിട്ട് എല്ലാം വിജയിച്ചതിന് ശേഷം അവസാനം സദസ്സൊക്കെ നോക്കിയിട്ട് കണ്ണീരും. അതായിരിക്കണം നമ്മൾ. അല്ലാതെ നമ്മളിങ്ങനെ ധിക്കാരം നമ്മളെ പരിപാടി കണ്ടില്ലാന്ന് അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം കുറിപ്പെഴുതാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം നന്ദി രേഖപ്പെടുത്താൻ. അവിടെ നമുക്ക് കിട്ടുന്ന വിജയം വളരെ വലുതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കൈവടിയരുത്. ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ട ആ ഒരു പ്രതിസന്ധിയുടെ പകുതി പോലും നേടാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നിസ്സാരമായ ചെറിയ ചെറിയ വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി പോകരുത് പ്രിയപ്പെട്ടവരെ. വലിയ സ്നേഹം നമുക്ക് പരസ്പരം ഉണ്ടാവണം. ഭാര്യ ഭർത്താവ് നമ്മൾ തിരിച്ചറിയണം. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ദയവ് ചെയ്ത് ഫോണ് ബെഡ്റൂമിനകത്ത് കൊണ്ട് കയറുക. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കിയാൽ കുടുംബജീവിതത്തിന്റെ മധുരം ഞങ്ങൾക്ക് അപ്പോഴറിയാം. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് തീരുമാനം എടുക്കുക. ആന്ധ്രാപ്രദേശിലെ വാത് കഴിഞ്ഞ് വീട്ടിൽ പോയി എല്ലാവരെയും കമ്മിറ്റി, കുടുംബ മീറ്റിംഗ്, അസ്സലാമു അലൈക്കും എന്ന് മുതൽ നമ്മൾ കിടക്കുന്ന മൊബൈൽ കൊണ്ട് കയറില്ല. അൽഹംദുലില്ലാഹ് എല്ലാവരും മൊബൈൽ ഹാളിൽ വെക്കുക. ഓക്കെ, മക്കളും എല്ലാവരും അങ്ങനെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങി നോക്കി നല്ല ഉറക്കം കിട്ടും, നല്ല സ്നേഹം കിട്ടും. അടുത്ത് കിടക്കുന്നത് ഭാര്യയാണെന്ന് മനസ്സിലാവും. ആ ഭർത്താവിന് താടി വന്നിട്ടുണ്ടോ, താടി നരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. മറ്റേ സമയമില്ല, എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്നത് ചുണ്ണാമ്പ് തേക്കണ പോലെ. അപ്പൊ അറിയാൻ പറ്റില്ല. മക്കൾക്ക് പരസ്പരം ഉറക്കത്തിന്റെ ഈ ചെറുപ്പം യൗവനത്തിൽ ഉറങ്ങില്ലാന്ന് രാത്രി ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. ഇത് അവസാനം കറണ്ട് പോയി ചാർജ് ചെയ്യുമ്പോൾ അപ്പായ കൊല്ലും. അങ്ങനെ സുഖം തീർക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന് കൂട്ടി നിന്ന് കൊടുക്കരുത്. രാത്രിയെങ്കിലും ഉറങ്ങുന്ന നേരത്തെങ്കിലും ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയട്ടെ. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. 3 കാര്യമായി ഓർമ്മയുണ്ടോ? ഒന്നുകൂടി പറയട്ടെ. ഒന്നാമത്തത് എന്താണ്? ഇബാദത്താണ്. മുടക്കരുത്. ഭക്ഷണത്തിലും വസ്ത്രത്തിലും അല്ലാഹു ബറക്കത്ത് തരും. രണ്ടാമത്തത് തഖ്വ ഉണ്ടാവണം. അല്ലാഹു തഖ്വ ഉണ്ടായാൽ കടം തീർത്തു തരും, ഭക്ഷണം തരും, ദാരിദ്ര്യം തരൂല, പരീക്ഷണത്തിൽ വിജയം തരും. മൂന്നാമത്തെ തവക്കുലാണ്. നീ എത്ര സമ്പന്നനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും അല്ലാഹു ആണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന ബോധമാണ്. നാലാമത്തത് ലഅയ്യോ ശകർതും ലഅസീദന്നകും വലയോ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിന്റെ ഖുർആൻ. ഒരു സഹോദരൻ പറഞ്ഞതാ, ലക്ഷദ്വീപിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്താ, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഞാൻ പറഞ്ഞ ലക്ഷദ്വീപ് എന്നല്ലടാ, അത് ലശദീദ് ലക്ഷദ്വീപ് എന്നാണ്. എല്ലാ ലക്ഷദ്വീപിൽ ഔലിയാക്കളുണ്ട്, ലക്ഷദ്വീപിൽ ഭയങ്കര തഖ്വയാണെന്നൊക്കെ പറഞ്ഞാൽ ഖുർആനിൽ പോലും ലക്ഷദ്വീപ് ഉണ്ട്. ഇന്ന അദാബി ലക്ഷദ്വീപ്.
ലക്ഷദ്വീപ്. ഈ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ വീണ്ടും 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 അള്ളാഹു കൂട്ടിക്കൊടുക്കും. വീണ്ടും 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 അള്ളാഹു കൂട്ടിക്കൊടുക്കും. അള്ളാഹുവിന് നന്ദി കേട് കാണിച്ചാലോ? ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചു, ഞാൻ പറഞ്ഞു പോയി 2 റക്അത്ത് നിസ്കരിച്ചു, അൽഹംദുലില്ലാ, അള്ളാഹുവേ ശുക്ർ പടച്ചവനെ. ഞാൻ ഇത്ര തിരുവനന്തപുരത്ത് കേരളത്തിൽ അങ്ങേറ്റം ജനിച്ച എൻ്റെ ഉൾഗ്രാമത്തിൽ ജനിച്ച് ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ചു, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് ഇട്ടിരുന്ന എന്താ? നാളെ പ്രസംഗിക്കാൻ പോകണം ഇൻഷാ അല്ലാഹ്. അത് അള്ളാഹുവാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്, ഞാനല്ല. ഇവിടെ വിളിച്ചു പറഞ്ഞ നിങ്ങളെ കാര്യമാക്കണ്ട. അത് എല്ലാ ഉസ്താദന്മാർക്കും അങ്ങനെ പറയാം. എല്ലാத்தைയും എഴുതി വെച്ചിട്ടുണ്ട്, അത് തന്നെ പറയുള്ളൂ. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. പക്ഷെ നിങ്ങളെ കൊണ്ടുവരുന്നത് അള്ളാഹു നിങ്ങളെ കൽവിലിട്ട് തരുന്നത് കൊണ്ടാണ്. നിങ്ങൾ വരില്ല. അപ്പൊ ഞാൻ ഈ പ്രസംഗം കഴിച്ചിട്ട് ഇന്ന് അടിപൊളിയാതെ എങ്ങനെ പറഞ്ഞാല് നിങ്ങൾ കുറച്ചു പേര് ആളെ പോലെ അയാൾക്ക് സുഖമില്ല പറയണമെന്ന് പിന്നെ നിങ്ങൾ വരില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ലൈൻ ശക്രത്തും ലാസീതനക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തി അള്ളാഹു ഏൽപ്പിക്കും. 3 വീട് SKSF മക്കളിവിടെ 3ാമത്തെ വീടിന്റെ പണി നടക്കും. അല്ല പൈസ 3 കഴിഞ്ഞു, 5 2 വീട് പണി കഴിഞ്ഞ് 3ാമത്തെ പണി നടക്കും. 3 വീട് പൂർത്തിയായി, ഇനി 2 വീട് പണി നടക്കുന്നു, മൊത്തം 5. അൽഹംദുലില്ലാ. അത് ഇവിടെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഈ നാട്ടിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ബൈത്തുൽ നൂർ എന്നാണ് അതിന്റെ പേര്. മജ്ലിസുൻ നൂറിന്റെ ഒരു ഓർമ്മ, ഖൈറുൽ തങ്ങളുടെ ഒരു കയ്യൊപ്പ്. വലിയ പുണ്യം, വലിയ പുണ്യം. അല്ലാഹുവേ നീ വല്ലാത്ത ബർക്കത്ത് അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണം. സ്നേഹസാഗരത്തിലേക്ക് വീൽ ചെയറിലിരുത്തി കയ്യും കാലൊന്നും ഇല്ലാത്ത ഒരു ഉമ്മയെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ആ ഉമ്മ വീട് കണ്ടിട്ട് പറഞ്ഞതാണ്, എന്റെ മക്കളെ എനിക്ക് വെച്ചു തരുമെന്ന് ഞാൻ ആഗ്രഹിച്ച പോലത്തെ വീടാണ് ഉസ്താദ് വെച്ച് തന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണ് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് അവരുടെ സന്തോഷം. അവരതിനകത്ത് നിസ്കരിക്കുന്നു, അവരതിനകത്ത് നോമ്പ് പിടിക്കുന്നു, അതിൻ്റെയൊക്കെ കൂടി നമുക്ക് കിട്ടും. പിന്നെ ചികിത്സാ സഹായം, ഇതൊക്കെ വലിയ കാര്യമാണ്. അല്ലാഹുവേ, അസുഖങ്ങൾ കണക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ആരോഗ്യത്തിന് നമ്മൾ എത്ര അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തണം. വന്നിരിക്കാൻ പറ്റിയില്ലേ? 1/2 മണിക്കൂർ പോലും ഇരിക്കാൻ കഴിയാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ. 5 മിനിറ്റ് ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ.